നമസ്കാരം, ഞാൻ ഡോക്ടർ അജന്ത എസ്റ്റേറ്റസ്. സാറ് പറഞ്ഞ പോലെ ഞാനൊരു ഡോക്ടറാണ് ബൈ മൈ പ്രൊഫഷൻ. പിന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് ഇതെൻ്റെ ഒരു പാഷൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന ഒരു ഇൻട്രൊഡക്ഷനാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. അതായത് ഇന്ന് ഈ വിമൻസ് ഹെൽത്ത് അഥവാ സ്ത്രീകളുടെ ആരോഗ്യം എന്നൊരു ടോപ്പിക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം ഈ സ്ത്രീകൾ എന്ന് പറയുന്നതിനകത്തെ ഏറ്റവും ആരോഗ്യപൂർണമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്നത്, അല്ലേ? ഏറ്റവും ഹെൽത്തി ആയിട്ട് എനർജറ്റിക് ആയിട്ട് നടന്നു പോകുന്ന പിള്ളേരുടെ അസുഖങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വിമൻസ് ഹെൽത്തിനെ പറ്റിയിട്ടോ ഇപ്പൊ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇത് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ തന്നെ അതിനൊരു ഉദാഹരണമായിട്ട് ഒരാളുണ്ട്. അതായത് എപ്പോഴും നമ്മുടെ ഹെൽത്തിനെ പറ്റിയിട്ട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരികയൊക്കെ ചെയ്തിട്ട് സ്വന്തം ആരോഗ്യത്തിന് പുല്ല് വില കൽപ്പിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാൾ നമ്മുടെയൊക്കെ വീട്ടിലില്ലേ? ആരാത്? അമ്മ. എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു അമ്മയാണ്. മക്കളുടെ ആരോഗ്യത്തിനെ പറ്റിയിട്ടും അമ്മയ്ക്ക് ധാരണ ഉണ്ടാവും. അയ്യോ ഇവിടെ രക്തം കുറയും, ആ ചീര എങ്ങോട്ട് എടുത്ത് കഴിച്ചേ, മുരിങ്ങയില എങ്ങോട്ട് കഴിച്ചേ, ബീട്രൂട്ട് കഴിക്കണം, അത് കഴിക്കണം, ഇത് കഴിക്കണം എന്നെല്ലാം പറഞ്ഞ്, അല്ലെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ കോളേജിൽ പോകല്ലേ എന്ന് പറഞ്ഞ് പുറകെ നടന്ന് കഴിപ്പിക്കുന്നില്ലേ? ഇത് അമ്മ കാപ്പി കുടിക്കുന്ന എപ്പോഴാ? നിങ്ങൾ കാണാറുണ്ടോ രാവിലെ അമ്മ കാപ്പി കുടിക്കുന്നത്? മനസ്സിലായോ? ഈവൻ അച്ഛൻ, നമ്മുടെ വീട്ടിലെ ബ്രെഡ് വിന്നർ ആയിരിക്കും. പല വീടുകളിലും അച്ഛന് ജോലിക്ക് പോകുന്നു, അച്ഛന്റെ മറ്റു കാര്യങ്ങൾ അച്ഛനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാം നിലനിൽക്കുന്നത്. പക്ഷെ അച്ഛൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളുണ്ട്. ആരാ അത്? അച്ഛൻ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ മുതൽ തുടങ്ങും ചായ. ഈ കാലഘട്ടത്തിൽ മാറ്റങ്ങളുണ്ട്, പക്ഷെ എന്നാലും മാറ്റം പൂർണ്ണമായിട്ടൊന്നും ഇല്ല. ഇപ്പോഴും നിങ്ങളുടെ വീടുകളിൽ ഈ ചായ എവിടെ, തോർത്ത് എവിടെ എന്നൊക്കെ കേൾക്കാറില്ലേ? ഉണ്ട്, മാറിയിട്ടൊന്നും ഇല്ല. ഇപ്പോഴും ആ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ ഫാമിലിയിലെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ നിലനിർത്തുന്ന നമ്മുടെ അച്ഛൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ അമ്മയാണ്. എന്ത് കാര്യത്തിന്? അല്ലാതെ ഈ ഇതുപോലെ ആ ഓരോ ദിവസത്തെ ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് അമ്മയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ അമ്മയുടെ ആരോഗ്യം അപ്പൊ ഇമ്പോർട്ടന്റ് അല്ലേ? നമ്മൾ ആരെങ്കിലും അമ്മയുടെ ആരോഗ്യത്തിനെ പറ്റി അത്ര കണ്ട് കൺസേൺ ആണോ? ശരിക്കും ഇത് അമ്മമാർക്ക് എടുത്തു കൊടുക്കേണ്ട ക്ലാസ് ആണോ, നിങ്ങൾക്ക് എടുത്തു തരേണ്ട ക്ലാസ് ആണോ? എന്തുകൊണ്ടാണ് നിങ്ങൾക്കായി ഈ ക്ലാസ്? നിങ്ങൾ നാളത്തെ ഇതേ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പൊ ഇതേ റുട്ടീൻ തന്നെ നിലനിന്ന് പോയാല് നമ്മുടെ കുടുംബജീവിതമൊക്കെ നല്ല രീതിയിലായിരിക്കോ? ഇല്ല. അപ്പോ അതൊന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളെ എന്താണ് വിമൻസ് ഹെൽത്ത്, എന്തൊക്കെ ആ ഹെൽത്ത് നല്ല രീതിയിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം എന്നൊക്കെയുള്ള ക്ലാസ്സുകൾ തരാന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ എങ്ങനെയാ ഒരു സ്ത്രീ ആവുന്നത്, വിമൻ അല്ലെ ഒരു സ്ത്രീ എന്ന് പറയുന്നത്, അല്ലെ സ്ത്രീകൾ എന്ന് പറഞ്ഞ ഒരാളാവുന്നത് എപ്പോഴാ? നമ്മുടെ ഫസ്റ്റ് മെൻസ്ട്രേഷൻ നടക്കുമ്പോഴത്തേനും. ഫിസിയോളജിക്കലി നമ്മുടെ ഫസ്റ്റ് മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഫിസിക്കലി നമ്മൾ എന്തായി, ആരായി, സ്ത്രീ ആയി എന്ന് പറയുന്നത്. അപ്പൊ ഈ മെൻസ്ട്രേഷൻ എന്താ സംഭവം? ഓക്കെ ആണോ മെൻസ്ട്രേഷനുമായിട്ട് എല്ലാവരും? പണ്ട് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്തും സ്കൂളിൽ പഠിക്കുന്ന കാലത്തും സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞ വാക്കൊക്കെ അവിടെ ആരെങ്കിലും വന്നെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കും. ബയോളജി ടീച്ചർ സയൻസ് പഠിപ്പിക്കുമ്പോഴും ഇതുപോലെ തന്നെ, ആരും മുഖത്തോട് മുഖം നോക്കൂല, മിണ്ടൂല. ഇപ്പോഴത്തെ പിള്ളേർ കുറച്ചുകൂടെ അപ്ഡേറ്റ് അല്ലേ? മെൻസ്ട്രേഷൻ എന്നല്ലേ പറയുന്നത്? അതോ നിങ്ങൾക്കും ചെറിയ കോഡുകളൊക്കെ ഉണ്ടോ? ഇല്ല, മെൻസ്ട്രേഷൻ തന്നെയാണ്. പണ്ടൊരു കാലം ഉണ്ടായിരുന്നു ഈ മെൻസസ് അല്ലെ മെൻസ്ട്രേഷൻ എന്നൊക്കെ പറയാൻ പോലും ഭയങ്കര നാണക്കേടാണ്. അതാ വേറൊരാൾ കേട്ട ഭയങ്കര എന്തോ പ്രശ്നം ഉണ്ടാകുന്ന കേസാണെന്നൊക്കെ പറയുന്ന ഒരു കാലം. അപ്പോൾ ഈ മെൻസ്ട്രേഷൻ ആവുന്ന സമയത്ത് മെൻസ്ട്രേഷൻ കൊണ്ട് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്? എന്താണ് ഐഡിയ? ഇപ്പൊ മാമും സാറും ഒക്കെ ഇരിക്കുന്നു. പ്രത്യേകിച്ച് മാമിനൊക്കെയാണ് എക്സാമിന്റെ അന്ന് രാവിലെ അല്ലെ തലേന്നൊക്കെ ഒരു കോള് വരിക. മാം, എനിക്ക് മെൻസസ് ആയി, ബാക്കി എന്താ? നാളെ വരാൻ പറ്റൂല. എന്താ? വയറുവേദന. തുടങ്ങാണ്. മെൻസസ് ആയിന്ന് ബാക്കി ഒന്നും ടീച്ചറിനെ കേൾക്കണ്ട. മെൻസസ് ആയിന്ന് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും അയ്യോ പ്രശ്നമാണ്, വരാൻ പറ്റില്ല എന്ന്. അപ്പൊ ഈ മെൻസസിന്റെ ഫസ്റ്റ് പ്രശ്നമാണ് വേദന. ഈ വേദന മാത്രമേ ഉള്ളൂ മെൻസസിന് പ്രശ്നം? വേറെന്തൊക്കെയാ പ്രശ്നങ്ങള്? എന്തോ ഓർക്ക് പറ. മൂഡ് സ്വിങ്സ്. അതൊരു വലിയ പ്രശ്നമാണ്. അടുത്തത് വേറെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. നടുവേദന. വെരി ഗുഡ്. പിന്നെ
കാലുവേദന. ആ, അടുത്ത് എന്തോ? ദേഹം മൊത്തം വേദനയാണ്. ഓക്കെ, കാലും കൈയും ഒക്കെ പോട്ടെ. അടുത്ത് തലവേദന വന്നയുടെ വേദന കഴിഞ്ഞ് അടുത്തത് തല കറക്കമുണ്ട്. അത് തന്നെ. അടുത്ത് വൊമിറ്റിംഗ്, ഛർദിച്ച് തലയും കറങ്ങി ഒരു രക്ഷയില്ല. എന്തായാലും നാളത്തെ എക്സാമിന് പോകാൻ പറ്റൂല അല്ലേ? ഇങ്ങനെ ഭയങ്കര ഇത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തിലൂടെയാണ് നമ്മൾ മെൻസ്ട്രേഷന്റെ സമയത്ത് കടന്നു പോകുന്നത്. ഈ മെൻസ്ട്രേഷന്റെ സമയത്ത് നമുക്കൊക്കെ ലീവ് വേണോ? വേണം. ലീവ് കിട്ടാറുണ്ടോ? ആരും അറിയണ്ട. ശരിക്കും നമുക്ക് കോടതിയിൽ, സുപ്രീം കോടതിയിൽ 2023, 2024 കാലഘട്ടത്തില് ഒരു ഹർജി പോയിരുന്നു. സ്ത്രീകൾക്ക് നിർബന്ധിതമായിട്ടും മെൻസ്ട്രേഷന്റെ അവധി കൊടുക്കണം, അഥവാ ആർത്തവാവധി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഹൈക്കോടതി അതിനകത്ത് പറഞ്ഞ 2 മറുപടികൾ എന്തൊക്കെയാണെന്നറിയോ? ആരൊക്കെയാ പത്രം വായിക്കുന്നവരെന്ന് നോക്കട്ടെ, ഞാൻ അങ്ങോട്ട് ചോദിക്കാം. മറുപടി പറ. എവിടെ? കേട്ടില്ലേ ആരും? പക്ഷെ ഇതൊക്കെ നമുക്ക് ഗുണമുള്ള കാര്യമല്ലേ, കേൾക്കണ്ടായിരുന്നോ? ഹൈക്കോടതി എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു കാര്യം പറഞ്ഞു, ഇത് നമ്മുടെ ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത്. സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒക്കെയാണ് തീരുമാനിക്കേണ്ടത് അവധി വേണോ വേണ്ടയോ എന്ന്. പിന്നെ രണ്ടാമത് ഒരു കാര്യം കൂടെ അവർ സൂചിപ്പിച്ചു, ഇന്നത്തെ കാലത്ത് തൊഴിലവസരങ്ങൾ സ്ത്രീകൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടാവും ചിലപ്പോൾ ഈ മെൻസസിന് അവധി കൊടുത്താൽ എന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ ഫാമിലിയിൽ സ്വന്തമായിട്ട് ചില സ്ഥാപനങ്ങളൊക്കെ നടത്തി വരുന്ന പാരൻസ് ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. എത്ര പേരുണ്ട്? ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ബിസിനസ് ഓണേഴ്സിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങളൊക്കെ നടത്തി വരുന്ന ആളുകൾ? ആദ്യം പാരൻസ് ബിസിനസ് അല്ലേ? എന്ത് സ്ഥാപനമാണ് നടത്തുന്നത്? ഓൺലൈൻ. ഓക്കെ. അവിടെ സ്ത്രീകൾ സ്റ്റാഫായിട്ടുണ്ടോ? ഈ സ്ത്രീകൾക്ക് മാസം സാധാരണ കൊടുക്കുന്ന ലീവിനെ പോരാതെ ഒരു പ്രസവാവധിയും പോട്ടെ, മെൻസ്ട്രേഷന്റെ ഭാഗമായിട്ട് മാസത്തിൽ 2 അല്ലെങ്കിൽ 3 ദിവസം അവധി വേണം, അതും പേയ്മെന്റോട് കൂടിയ അവധി വേണം എന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടില് ആ സ്ഥാപനത്തിന് ഇത് ഓക്കെ ആയിരിക്കുമോ? ഓക്കെ ആയിരിക്കില്ല. അത് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രശ്നമാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ ഇപ്പൊ ഇങ്ങനെ ഒരു നിയമം പെട്ടെന്ന് പൊടുന്നനെ കൊണ്ടുവന്നാൽ എന്താ പറ്റുകയെന്നറിയോ? ഇപ്പൊ ഡോക്ടറിന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സ്ത്രീയും പുരുഷനും ഒരേ ജോലി ചെയ്താലും 2 ശമ്പളമാണ് കിട്ടുക. പണ്ട് കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, മറ്റേ മെറ്റല് പൊട്ടിക്കുന്നത്. ഞാൻ അന്നാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത്. മെറ്റല് പൊട്ടിക്കാനായിട്ട് സ്ത്രീയും പുരുഷനും പോകും. പക്ഷേ സ്ത്രീക്ക് ഒരു സാലറിയും പുരുഷന് വേറൊരു സാലറിയാണ്. വർക്കിംഗ് അവേഴ്സിൽ വ്യത്യാസമില്ല, ചെയ്യേണ്ട ജോലി ഭാരത്തിന് വ്യത്യാസമില്ല, ബാക്കി ഒന്നിനും വ്യത്യാസമില്ല. പക്ഷെ പേയ്മെന്റിന് വ്യത്യാസമുണ്ട്. ആ സമയത്തൊക്കെയാണ് ഒരേ വേതനം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെതിരെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പൊ വേതനം തുല്യ വേതനമാണ്, സ്ത്രീ ആണേലും പുരുഷനാണേലും ഒരേ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ഒരേ വേതനം കൊടുക്കണം എന്നൊക്കെ ആയത്. ഇപ്പോ പല പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഈ മെറ്റേണിറ്റി ലീവ് എന്ന് കേൾക്കുമ്പോഴേ ചെറിയൊരു പേടിയാ. പിന്നെ ഒരു മെറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് 1, 2 അല്ലെ മാക്സിമം പോയ 3 പ്രസവങ്ങളൊക്കെ നടക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് അതൊക്കെ അത്യാവശ്യം ആളുകൾ അല്ലെ ഇതുപോലെ സ്ഥാപനത്തിന്റെ ഉടമകൾ അതിന് ഓക്കെ ആവുന്നുണ്ട്. പക്ഷെ ഈ പ്രസവാവധി എന്ന് പറഞ്ഞൊരു സാഹചര്യം ഇപ്പോ നിലവിൽ വന്നാല് ചിലപ്പോൾ അത് പ്രാക്ടിക്കലി ഇപ്പം ഭയങ്കര ഫൈറ്റ് ചെയ്തിട്ടാണ് സ്ത്രീകള് ഈ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചാണ് ഇപ്പൊ അത്യാവശ്യം പുരുഷന്മാര് ജോലി ചെയ്യുന്ന എല്ലായിടത്തും സ്ത്രീകളും ഇല്ലേ? ഇച്ചിരി കൂടുതലാണല്ലേ ഉള്ളൂ അല്ലേ? ഇപ്പൊ പെണ്ണുങ്ങളല്ലേ ഇരിക്കുന്ന ജോലിക്കൊക്കെ. അപ്പോ ഇപ്പൊ നമ്മൾ ഇത്രയും മുന്നോട്ട് കയറി വരുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ അതിനോട്ടൊരു പുറകോട്ടുള്ള വലിയാവാം. നമ്മുടെ ജോലി സാധ്യതകള് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാം. എന്ത് സംഭവിച്ചാല് ഈ ആർത്തവാവധി വന്നു കഴിഞ്ഞാല്. പക്ഷെ എന്നാൽ ഇത് ന്യായമാണോ അല്ലയോ ആർത്തവാവധി എന്ന് പറഞ്ഞാല്? ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞു, നമുക്ക് മെൻസസ് ആവുന്ന സമയത്ത് വയറുവേദനയുണ്ട്, നടുവേദനയുണ്ട്, തലവേദനയുണ്ട്, ഛർദിലുണ്ട്, മൊത്തം പ്രശ്നമാണ്. ഈ നമുക്ക് അവധി തരിക എന്നുള്ള ഒരു കാര്യവും ന്യായമാണ്. അങ്ങനെ നമ്മുടെ ഇപ്പൊ എല്ലാ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകളും ഏറ്റവും വേഗത്തില് ഇന്ത്യയിൽ മുന്നോട്ട് വരുന്ന ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അപ്പൊ അങ്ങനെ കേരളം ഒരു നിയമം കൊണ്ടുവന്നു. നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ലീവ് ഉണ്ടോ മെൻസസിന് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ലാന്ന്. ശരിക്കും നമ്മുടെ കേരളത്തില് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള എല്ലാ സർവകലാശാലയ്ക്കും ശരിക്കും ആർത്തവാവധി ഉണ്ട്.
സ്ത്രീകൾക്ക് അഥവാ പെൺകുട്ടികൾക്ക് 2% അറ്റൻഡൻസിൽ കിഴിവുണ്ട്. ഇത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇത് ടീച്ചർ എന്നെ നോക്കി പേടിപ്പിക്കുന്നു. ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ എങ്ങനെയാ ശരിയാവുന്നതെന്ന് എന്ന് വെച്ചിട്ട് ഈ ലീവ് എക്സ്ട്രാ എടുത്ത് നോക്കണ്ട. ഇത്രയും കാലം നിങ്ങളുടെ അമ്മമാരും അമ്മുമ്മമാരും ചേച്ചിമാരും ഒക്കെ ഇതിനോടൊക്കെ ഫൈറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയത്. അപ്പൊ നിങ്ങളും ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് സമയം വേസ്റ്റ് ചെയ്യരുത്. ഈ വേദനയാണ് എന്ന് പറഞ്ഞു. അപ്പൊ വേദന എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഡോക്ടർ എന്ത് വർത്താനായി പറയുന്നത്? ഡോക്ടർ തന്നെ പറഞ്ഞു വയറുവേദനയാണ്, ഛർദിലാണ്, മൊത്തം കുഴപ്പമാണ്. പക്ഷെ ലീവ് എടുക്കാനും പറ്റത്തില്ല. അതെങ്ങനെ ശരിയാവും? അപ്പൊ ഈ കറക്റ്റ് ആയിട്ട് പെയിൻ മാനേജ് ചെയ്യേണ്ട ഒരു സംവിധാനം കൊണ്ടുവരണം. ശരിയല്ലേ? ഈ മെൻസസ് ആകുമ്പോഴുള്ള വേദന എങ്ങനെയും മാറ്റണ്ടേ? അതിനൊരു നല്ല കിടിലൻ ഐഡിയ ഉണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾക്കറിയാതെ എന്താണ് പറഞ്ഞോ? ഈ ക്ലാസ്സിൽ ഏറ്റവും നല്ല ബുജി ആരാ? ബുജികൾ ഒരിക്കലും സ്വയം കൈപൊക്കില്ല, ബാക്കിയുള്ളവർ തള്ളി ഉന്തി വിടണം. ആരാണ് ആ ബുജി? ചുറ്റുമുള്ളവരൊക്കെ തള്ളിക്കോ? ആരാ അത്? തള്ളിക്കോ? ആരാ? പൊക്കവളേ, ആളെ തന്നെത്താൻ പൊങ്ങൂല. പൊക്ക്, പൊങ്ങിക്കോ. ആണ്ട കേടാ. ഈ IHRDയിലെ പെമ്പിള ഞാൻ ഇങ്ങോട്ട് ക്ലാസ് എടുക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേന് എന്റെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളൊക്കെ പറഞ്ഞത് അങ്ങോട്ട് കയറി ചെല്ല, അവിടുത്തെ പിള്ളേരൊക്കെ ഇപ്പൊ പൊരിച്ചടുക്കി വിടുന്നു. എന്നൊരു കാര്യം ചോദിക്കാൻ എഴുന്നേപ്പിക്കുമ്പോ എഴുന്നേക്കാതിരിക്കുന്നു. അതും ഇവിടുത്തെ സ്മാർട്ടസ്റ്റ് ഗേൾ. എഴുന്നേക്കപ്പാ. പിന്നല്ല, എഴുന്നേക്ക്. മെൻസസ് ആകുമ്പോ ഭയങ്കര വേദനയല്ലേ? ആണല്ലോ. അപ്പൊ ഈ സമയത്ത് നിനക്ക് ഇത്രയും വർഷമായിട്ട് നമുക്ക് എത്ര വയസ്സായിപ്പം? വയസ്സ് പറയാവോ? കുഴപ്പമുണ്ടോ? ഇല്ല, 18. ഈ 18 വർഷത്തിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും എക്സാമിന്റെ സമയത്ത് മെൻസസ് ആയിട്ടുണ്ടോ? ഈ എക്സാമിന് ആ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ നീ ആ വേദന അറിയാറുണ്ടോ? ഇല്ല. അതുവരെ ഭയങ്കര പ്രശ്നമല്ലേടാ, അല്ലേ? അതുവരെ ഭയങ്കര പ്രശ്നമായിരിക്കുന്ന ആള് എക്സാം ഹാളിൽ കയറി ആ പേന പിടിച്ചു കഴിയുമ്പോ ഇത് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ ആ വേദന എവിടെ പോയി? ഇരുന്നോളാം. വേദന എവിടെ പോയി? എക്സാമിന് ചൂടത്ത് ആവിയായി പോയാ? എന്തോ എവിടെ പോയി മെൻസസിന്റെ വേദന എക്സാമിന്റെ സമയത്ത്? അറിയുന്നില്ല. അങ്ങനെ നമ്മൾ ആ എക്സാമിന്റെ സമയത്ത് വേദനേനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പഠിത്തം, നമ്മുടെ എക്സാം. അതുകൊണ്ട് പതിയെ വേദനേനെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഇമ്പോർട്ടന്റ് ടിപ്പാ പറയുന്ന, കേട്ടിരുന്നോ? അടുത്ത മാസം ആകുമ്പോഴത്തേനും കരങ്ങോണ്ടിരുന്നില്ലെങ്കിൽ ഇത് കേട്ടോണം കേട്ടാ. അപ്പോ ഈ അടുത്ത മാസത്തെ വേദനയുടെ ടിപ്പാണ്. ആരാണ്ടൊക്കെ ഉറങ്ങുന്നു, ഫുഡ് ഹെവി ആയി എന്ന് തോന്നുന്നു. അപ്പോ എന്ത് ചെയ്യണം? നമ്മൾ ഈ വേദനേനെ പതിയെ നെഗ്ലക്ട് ചെയ്യാൻ പഠിക്കണം. നമ്മൾ അടുത്ത സാഹചര്യത്തിലേക്ക്, അതായത് നമ്മൾ കുറച്ചുകൂടെ എന്ത് ചെയ്യണം? നമ്മുടെ ഇമ്പോർട്ടൻസ് ഈ ഒരു വേദനയെ ചുറ്റിപ്പറ്റിയല്ല, അതല്ലാതെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മറ്റു കാര്യങ്ങളിലേക്ക്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കസിന്റെ കല്യാണം വന്നു, അല്ലെ? ഒരുപാട് ആറ്റുനോട്ടിരുന്ന ഒരു ഡാൻസ് കോമ്പറ്റീഷൻ വന്നു. അന്ന് മെൻസസിന്റെ വേദന ഉണ്ടാവുമോ? ഇല്ല. അങ്ങനെ മെൻസസിന്റെ വേദനയെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റണം. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ പഴയ ആളുകളൊക്കെ ചെയ്ത പോലെ തന്നെ ഈ ചലഞ്ചസിനെയൊക്കെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് വരാം. പിന്നെ മെൻസ്ട്രേഷന് വേറൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്, അറിയാവോ? ഒരു ഹെൽത്ത് റിലേറ്റഡ് കോംപ്ലിക്കേഷൻ. അനീമിയ, പിളർച്ച, രക്തക്കുറവ്. രക്തത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിലാണോ നമ്മുടെ വീട്ടിലെ ചേട്ടന്മാരുടെ ശരീരത്തിലാണോ HB കൂടുതൽ? ആരുടെ ശരീരത്തിലാ? നമ്മുടെ ശരീരത്തിൽ കൂടുതലോ? കുറവാണ്. കാരണം എന്താ? മാസാമാസം പോവല്ലേ. ഈ മെൻസ്ട്രേഷൻ കാരണം എന്ത് പറ്റുന്നു? നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നു. അപ്പൊ ഇതിനെ പരിഹരിക്കാൻ എന്ത് ചെയ്യാം? എന്ത് ചെയ്യാം? മെൻസസിനോട് 2 മാസത്തേക്ക് വരണ്ടെന്ന് പറയണോ? പിന്നെ എന്ത് ചെയ്യാം? ചൂട് കാലാവസ്ഥ ഭയങ്കര പണി തരുന്നല്ലേ. രക്തത്തിന്റെ അളവ് കൂടാൻ എന്ത് ചെയ്യാം? ഇത്രയും വലിയ പിള്ളേർക്ക് അറിയില്ലേ? നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചതല്ലേ. അത് തന്നെ. എന്ത് കഴിക്കണം? മലക്കറി കഴിക്കണം, തിരുവനന്തപുരം ഭാഷ. പച്ചക്കറികൾ കഴിക്കണം. എന്ത് പച്ചക്കറികൾ കഴിക്കണം? ക്യാരറ്റ്, പിന്നെ ബീട്രൂട്ട്, പിന്നെ ചീര. ഇതിലൊക്കെ എന്തുണ്ട്? മാതളം. വെരി ഗുഡ്. ഇതിനകത്തൊക്കെ എന്തുണ്ട്? എന്ത് പോഷകമുള്ള?
ഓ, മുരിങ്ങയില, വെരി ഗുഡ്. അയൺ റിച്ച് ആയിട്ടുള്ള ആഹാര സാധനങ്ങളാണ് ഇവയൊക്കെ. ഈ അയൺ റിച്ച് ആയിട്ടുള്ള ആഹാര സാധനങ്ങള് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അനീമിയനെ പ്രതിരോധിക്കാൻ പറ്റും. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് എല്ലാവരും ഈ പോഷക കുറവിനെ ശരിയാക്കാൻ നടക്കും. അതായത് അയ്യോ എന്റെ മോക്ക് വിറ്റാമിൻ കുറവാ, എന്റെ മോക്ക് രക്തക്കുറവാ, എന്റെ മോക്ക് അത് കുറവാ, ഇത് വെയിറ്റ് കുറവാ, ഇതാന്നും പറഞ്ഞ് നമ്മുടെ പോരാളി, ആരാ പോരാളി? ഇപ്പോഴത്തെ പിള്ളേർക്ക് പോരാളി എന്നൊക്കെ പറഞ്ഞാലേ അറിയുള്ളൂ. നമ്മുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ നേരെ ഇതൊക്കെ തല്ലി തീറ്റിക്കും. തല്ലി തീറ്റിച്ച് അടുത്തൊരു അസുഖം കൂടെ വരും. എന്തായിരിക്കും അത്? ഛർദിലോ? PCOD കേട്ടിട്ടുണ്ടോ ആ ഐറ്റത്തെ പറ്റി? അത്യാവശ്യം ഇന്നത്തെ കാലഘട്ടത്തില് 10ൽ 1 പെൺകുട്ടിക്ക് PCOD ഉണ്ടെന്നാ പറയുന്നത്. എത്ര കോമൺ ആയി? PCOD എന്ന് പറഞ്ഞ എന്താണെന്നറിയോ? എന്താ? എന്താണ്? നമ്മുടെ മെൻസ്ട്രേഷന്റെ സമയത്ത് നമുക്ക് മെൻസസ് ആവാതിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലീഡിങ് കൂടുതലായിരിക്കും. എന്ത് കാരണം? നമ്മുടെ അണ്ഡാശയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺസ് ആണ് നമുക്ക് മാസാമാസം മെൻസസ് വരുത്തുന്നത്. ഈ ഹോർമോൺസ് മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അണ്ഡാശയത്തിന്. കാരണം എന്താ? അതിന്റെ മേളിലൊക്കെ ഈ ഫാറ്റും കൊഴുപ്പും ഒക്കെ കൂടിയിട്ട് കുഞ്ഞു കുഞ്ഞു മുഖക്കുരു പോലത്തെ കുരുക്കള് അണ്ഡാശയത്തിന് മേളിൽ കയറിയിരിക്കുന്നു. അത് കാരണം നമ്മുടെ അണ്ഡാശയത്തിന് മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ നമ്മുടെ മെൻസ്ട്രേഷനിൽ ഇറഗുലാരിറ്റി വരുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? എന്താ സംഭവം? PCOD. അപ്പൊ PCOD കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, നമ്മൾ എന്ത് കഴിച്ചാലും പോഷകമായിരിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ കാലത്ത് രുചിയുടെ ഒരു വലിയ വിപ്ലവം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അമ്മ ഒരു കറി ഉണ്ടാക്കി, ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് രുചി കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കഴിക്കില്ല. ഓരോ തവണയും നമ്മുടെ ടേസ്റ്റിന്റെ പ്രിഫറൻസ് വേറെ വേറെയാ അല്ലേ? പഴയ കാലത്ത് ഇപ്പൊ അമ്മ നമ്മളെ തല്ലി തീറ്റിക്കും. ശരിക്കും അമ്മ എന്ത് ഓർമ്മയിലാണ് നമ്മളെ തല്ലി തീറ്റിക്കുന്നതെന്ന് അറിയോ? പണ്ട് ഇതൊക്കെ വല്ലപ്പോഴും ഒരിക്കലേ കിട്ടുള്ളൂ. അപ്പ കഴിച്ച അപ്പ പോഷകം കിട്ടും. പക്ഷെ ഇന്ന് എല്ലാ ദിവസവും അതുണ്ട്. അപ്പൊ പണ്ടത്തെ കാലത്ത് അത് അപ്പ കഴിച്ചാലേ 4 ദിവസം പിന്നെ പട്ടിണി കിടക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ പേരിലാണ് ആ കാലഘട്ടത്തിലുള്ള നമ്മുടെ അമ്മൂമ്മേനെയൊക്കെ ഈ ആഹാര സാധനങ്ങളൊക്കെ തല്ലി തീറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഓർമ്മയിലാണ് നമ്മുടെ പോരാളികൾ ഇപ്പോഴും. അവര് നമ്മളെ ഇപ്പോഴും എന്ത് ചെയ്യും? എല്ലാ ദിവസവും ഈ തല്ലി തീറ്റീര എക്സ്ട്രാ ഇതെല്ലാം എന്തായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും? ഫാറ്റ് ആയിട്ട് അവിടെ ഇവിടേക്ക് പോയി കിടക്കും. എന്നിട്ട് അത് നമുക്ക് ഓരോ സമയത്ത് പണി തരും. അടുത്തൊരു PCOD ആയി കഴിഞ്ഞാൽ പോരാളിയുടെ സ്വഭാവം അങ്ങോട്ട് മാറും. നീ തിന്നോ, പക്ഷെ എന്ത് ചെയ്യണം? അല്ല, ആവശ്യത്തിന് കഴിക്കണമെന്നൊന്നും പോരാളി പറയില്ല. കൂടുതൽ തീറ്റിക്കേ ഉള്ളൂ. വേറെ എന്തോട് ചെയ്യണം? എന്തോ? വ്യായാമം ചെയ്യണം. നീ കഴിക്ക്, നീ ഇത് മൊത്തം കഴിക്ക്, പക്ഷെ ഇത് ദഹിപ്പിക്കാൻ നീ എന്ത് ചെയ്യണം? വ്യായാമവും കൂടെ ചെയ്യണം. നമുക്ക് ഇന്നത്തെ കാലത്ത് എത്ര മണിക്കൂർ വ്യായാമം ചെയ്യാൻ വേണ്ടി കിട്ടാറുണ്ട്? 1 മണിക്കൂർ കിട്ടുമോ? എന്നിട്ട് വ്യായാമം ചെയ്യുന്നുണ്ടോ? ജിമ്മിൽ പോകുന്നുണ്ട്. വെരി ഗുഡ്, നല്ല ശീലാണല്ലോ. ഒരു കയ്യടി കൊടുത്തേ. ഇന്നത്തെ കാലത്ത് വ്യായാമം ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുന്ന ഒരാളാണ്. എന്താ? വേറെ ആരൊക്കെ 1 അവർ വ്യായാമത്തിന് വേണ്ടിയിട്ട് എടുക്കും? വേറെ ആരെങ്കിലും ഉണ്ടോ വ്യായാമത്തിന് വേണ്ടി 1 അവർ കൊടുക്കുന്ന ആളുകള്? ആരുമില്ല. അടുത്ത് വ്യായാമം പോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണത്? ഉറക്കം. നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മെൻസസ് ആവുന്ന സമയത്ത് മൊത്തം എന്താ കുഴപ്പം? മൂഡ് സ്വിങ് ആണ്. ഈ മൂഡ് സ്വിങ് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? നമ്മുടെ ജീവിത ശൈലികൾ കറക്റ്റ് ആക്കണം, ഉറക്കം കറക്റ്റ് ആക്കണം. എത്ര മണിക്കൂർ എല്ലാരും കിടന്ന് ഉറങ്ങും? 6, 8. വേറെ കട്ടിലേല് ബെഡ്ഷീറ്റ് മൂടിയിട്ട് ഉണ്ടോ? ഒന്നുമില്ല. മണിക്കൂർ കണക്കിന് അങ്ങനെ ഫോൺ എല്ലാ സമയം വേസ്റ്റ് ചെയ്യും ഉറങ്ങാതെ? ഇല്ല. ആദ്യം ഉറക്കം, ബാക്കി. കുറച്ചു പേരൊക്കെ മിണ്ടാതിരിക്കുന്നുണ്ട്. ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. കുറ്റബോധം കൊണ്ടാണെന്ന് തോന്നുന്നു. ആണോ? അപ്പൊ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മള് പല കാര്യങ്ങൾക്കും ഒരുപാട് സമയം വേണം അല്ലെ? രാവിലെ എഴുന്നേറ്റിട്ട് ഇത്രയും മണിക്കൂർ കോളേജില്, ഇത്രയും മണിക്കൂർ വണ്ടിയില്, അല്ലെ ഇത്രയും മണിക്കൂർ നമ്മൾ വീട്ടില് മറ്റു കാര്യങ്ങളിലൊക്കെ ചെലവഴിച്ചിട്ട് നമ്മൾ സമയം ലാഭിക്കാൻ നോക്കുന്നത് ഉറക്കത്തിന്റെ സമയം കുറച്ചിങ്ങോട്ട് എടുത്തിട്ടാ. അത്രയും സമയം കൂടെ കൂടുതൽ ഇരുന്ന് പഠിച്ചാലോ,
അല്ലെ അത്രയും സമയം കൂടുതൽ ഫോണിൽ ചെലവഴിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്ന് ഉറക്കത്തോട് പറയും അനിയാ നിൽ, പിന്നെ ഞാൻ വിളിക്കാം. ഒരു ഡയലോഗ് ഉണ്ട്, എന്താ? എനിക്ക് ഉറക്കം വരുന്നില്ല, രാത്രി ഉറക്കം ശരിയാവുന്നില്ല. അതെന്താ? പണ്ട് ഉറക്കത്തിനോട് അനിയാൻ നില്ലെന്ന് പറഞ്ഞ് ഇന്ന് ഉറക്കം പറഞ്ഞ് അനിയത്തി നില്ല അവിടെ, പതിയെ പോ, ഇനി എനിക്ക് തോന്നുമ്പോഴേ ഇങ്ങനെ വരുള്ളൂ. അങ്ങനെ ഉറക്കത്തിനെ പിണക്കി വിടരുത്. എപ്പോഴും കൃത്യമായ ചിട്ടയോടുകൂടി ഒരു 6 to 8 hours അല്ലെങ്കിൽ ഒരു 9 hours വരെ നിങ്ങൾ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? ഉറങ്ങാം. എങ്കിലേ നല്ല ആരോഗ്യം കിട്ടുകയുള്ളൂ. പ്ലസ് വിനോദത്തിന് എന്തെങ്കിലും എൻജോയ്മെന്റിന് വേണ്ട സമയം. തമാശയൊക്കെ പറഞ്ഞിരിക്കണ്ടേ കൂട്ടുകാരുടെ കൂടെ? വീട്ടിലൊക്കെ പോയി 2 വർത്താനമൊക്കെ പറയണ്ടേ? അതായത് 2 വർത്താനം വേറെ ടോണിലല്ല കേട്ടോ, തമാശയൊക്കെ പറയണ്ടേന്ന് ഉദ്ദേശിച്ചതാ. പറയണ്ടേ? കുറച്ച് സമയമൊക്കെ മാറ്റി വെക്കണ്ടേ? നമ്മുടെ വീട്ടിൽ സ്ഥിരം ചൊറിയാൻ വരുന്ന അമ്മായിയുടെ അടുത്ത് തിരിച്ചും 2 മറുപടി പറയണ്ടേ? ഇതൊക്കെ നമുക്കൊരു വിനോദമല്ലേ, അല്ലേ? അത് തന്നെ. അപ്പോ ഈ വിനോദത്തിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കണം. ഒരു 1 hour എങ്കിലും നമുക്ക് വിനോദത്തിന് വേണ്ടി മാറ്റി വെക്കണം. അപ്പൊ ഇതൊക്കെ കൃത്യമായും ചിട്ടയോടുകൂടിയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ മൂഡ് സ്വിങ്സും അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. എന്തോ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ? ഇപ്പൊ ആ വാക്ക് കുറച്ചുകൂടെ സുപരിചിതമാണ് എല്ലാവർക്കും. പ്രസവം കഴിഞ്ഞിട്ട് ചെറിയ ഡിപ്രഷൻ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്, ചെറുതായിട്ട് മാനസിക നില പ്രസവത്തിന്റെ ഭാഗമായിട്ട് തെറ്റുന്നു, അത് ഒരുപാട് അപകടങ്ങളിലേക്കൊക്കെ നീളുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ മെനോപോസൽ ഇഷ്യൂസ്. മെനോപോസൽ ഇഷ്യൂസ് എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? അത് നിങ്ങളിൽ കുറച്ച് അറിവ് കുറവാണ് മെനോപോസിനെ പറ്റിയിട്ട്. എൻ്റെ ഒരു ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ അമ്മായിയമ്മപ്പോര് മരുമകൾ ഇഷ്യൂസിനകത്ത് ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് മെനോപോസൽ പ്രശ്നം. അതായത് മെൻസസ് നിൽക്കുന്ന സമയത്ത്, നമുക്ക് മെൻസസ് ആവുന്ന സമയത്ത് ആരെങ്കിലും നമ്മളെ ചൊറിയാൻ വന്നാൽ എന്ത് ചെയ്യും? എടുത്ത് പറപ്പിക്കും ആള്. ആ സമയത്ത് നമ്മുടെ റൂമോ നമ്മുടെ വീടോ നമ്മൾ കംഫർട്ടബിൾ അല്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും അവസ്ഥ? നമ്മളവരെ അയ്യോ നല്ല ആതിഥ്യം മര്യാദയൊക്കെ കൊടുത്ത് ചേച്ചി ഇരിക്കുക, ആന്റി ഇരിക്കുക, അല്ലെ മോളെ ഇരിക്കുക എന്ന് പറഞ്ഞ് ചായയൊക്കെ കൊണ്ട് കൊടുക്കുവോ? ഭയങ്കര ചൊറിയായിരിക്കും, അല്ലേ? ആയിരിക്കില്ലേ? ഇത് തന്നെയാണ് അവരുടെ മെനോപോസ്. അതായത് ഇതിന്റെ ഒരു 7 ഇരട്ടി സ്ട്രെസ്സും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാവും. ഏത് സമയത്ത്? മെൻസസ് നിൽക്കുന്ന സമയത്ത്. ഇതാണ് ആ സമയത്ത് ആ അമ്മമാര് പലപ്പോഴും ആ സമയത്ത് വിളക്കം കൊണ്ട് കയറി വരുന്ന മരുമകളുടെ അടുത്ത് തീരുന്നത്. ആ മരുമകൾക്കും ഇതേ നോർമൽ റുട്ടീൻ മെൻസസ് ആവുമ്പോൾ ഉള്ള സ്ട്രെസ്സും കാര്യങ്ങളും മൂഡ് സ്വിങ്സും ഉണ്ടാവും. അതിന്റെ കൂടെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി ഒരു പുതിയ വീട്ടിലേക്ക് വന്ന ഇഷ്യൂസ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഒരു പരിധി വരെ ഈ വീട്ടിലെ സമാധാനം പോകുന്ന വഴി. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഈ ജീവിത രീതി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഈ മെൻസ്ട്രേഷന്റെ സമയത്തെ നമ്മുടെ പാഡൊക്കെ എന്താ ചെയ്യുന്നത്? പാഡൊക്കെ കറക്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാറൊക്കെ ഉണ്ടോ? പാഡാണോ ഇപ്പൊ മെൻസ്ട്രൽ കപ്പാണോ? ഇപ്പൊ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. പാഡ് തന്നെയാണ് ഇപ്പോഴും. ഓക്കെ, ഇപ്പൊ കോമൺലി പാഡ് യൂസ് ചെയ്യാറുണ്ട്. പണ്ട് തുണിയും പാഡും ആയിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ഇപ്പോഴത്തെ കാലത്ത് അധികാരം ക്ലോത്ത് യൂസ് ചെയ്യുന്നവരില്ല എന്ന് തോന്നുന്നു. ക്ലോത്ത് ആണെങ്കിലും അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ ഇത് പോയിട്ട് നല്ല വൃത്തിയായി ക്ലീൻ ചെയ്ത് വെയിലത്തിട്ട് ഉണങ്ങി ഉപയോഗിക്കണം എന്ന് മാത്രം. അതിനേക്കാളും കുറച്ചുകൂടെ നല്ല സാധനമാണ് നമ്മുടെ സ്റ്റെറൈൽ പാഡുകൾ. പാഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും സാനിറ്ററി പാഡുകൾ. ഈ സാനിറ്ററി പാഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 4 hours അല്ലെങ്കിൽ 6 hours ഒരിക്കൽ ഇത് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം, മാറ്റണം. മാറ്റിയിട്ട് ഇത് ഡിസ്പോസ് ചെയ്യുന്ന എവിടെ ചെയ്യുന്നേ? ഡസ്റ്റ്ബിന്നിൽ തന്നെയാണോ എപ്പോഴും ഇടുന്നത്? നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ്, അതായത് റെയിൽവേ സ്റ്റേഷൻസിലൊക്കെ പോകാറുള്ളവരല്ലേ നിങ്ങളെല്ലാവരും? പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാറുള്ളവരല്ലേ നിങ്ങളെല്ലാവരും? ആണോ അല്ലയോ? അവിടങ്ങളിലൊക്കെ ഡസ്റ്റ്ബിന്നിൽ തന്നെയാണോ കൃത്യമായിട്ട് പലപ്പോഴും ഈ പാഡ്സ് കിടക്കുക? അല്ല. മനസ്സിലായോ? ഇത് വലിയ ഇഷ്യൂ ആണ്. നമുക്ക് എന്തായാലും ഓരോരുത്തരെ മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാൻ പാടാം. നമ്മൾ കറക്റ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, പാഡ് ശരിയായ ഇടവേളകളിൽ ശരിയായ സ്ഥലത്ത് വേണം ഡിസ്പോസ് ചെയ്യാനായിട്ട്. ഈവൻ മെൻസ്ട്രൽ കപ്സ് ആണെങ്കിലും അതേപോലെ തന്നെ. അത് കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ വേസ്റ്റ് മാനേജ്മെന്റ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ വേസ്റ്റിനെ കൂട്ടിയിട്ട് കത്തിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത വീടുകൾ ഒരുപാടാണ്. സിറ്റി ലൈഫ് സ്റ്റൈലിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.
ആ സമയത്ത് യൂസ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു മാസം അത്ര ഒരു എമൗണ്ട് പാഡിന് കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് മെൻസ്ട്രൽ കപ്പ്. മെൻസ്ട്രൽ കപ്പും അങ്ങനെ വേറെ പ്രശ്നക്കാരനൊന്നുമല്ല, പക്ഷേ കൃത്യമായ ഇടവേളകളിൽ അത് ക്ലിയർ ചെയ്തിരിക്കണം. അത് നല്ല വൃത്തിയായി വാഷ് ചെയ്ത് റീയൂസ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമ്മുടെ ഈ പാഡ് അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന പോട്ടെ, നമ്മുടെ പ്രൈവറ്റ് ഏരിയ എങ്ങനെ ക്ലീൻ ചെയ്യാം? ഇതൊക്കെ ഫസ്റ്റ് മെൻസസ് ആയപ്പോ എന്തൊക്കെ കാര്യങ്ങൾ അമ്മ പറഞ്ഞു തന്നു? അതിനകത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെ ക്ലീൻ ചെയ്യാം പ്രൈവറ്റ് ഏരിയ? സോപ്പ് ഉപയോഗിക്കാൻ? വെജിനൽ വാഷ് ഉപയോഗിക്കാൻ പാടുണ്ടോ? നമ്മളിപ്പോ കുറെ സൊല്യൂഷൻസ് ഒക്കെ കിട്ടുമല്ലോ, ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇതേതാണേലും ഓവറായിട്ട് നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ യൂസ് ചെയ്യാൻ പാടില്ല. നല്ല വൃത്തിയുള്ള വെള്ളം കൊണ്ട് കഴുകാം. വാട്ടർ വാഷ് ആണ് നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്. പിന്നെ മാക്സിമം ആ ഏരിയ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇന്നേഴ്സും യഥാസമയം ക്ലിയർ ചെയ്യണം. എന്തുകൊണ്ടാണ് ഈ ഭാഗം സോപ്പ് യൂസ് ചെയ്ത് കഴുകരുത് എന്ന് പറയുന്നത്? എന്താ പ്രശ്നം? pH ലെവലിൽ ഉണ്ടാവുന്ന വ്യത്യാസം. ആ ഭാഗത്ത് നമ്മുടെ സ്കിന്നിൽ നോർമലി ഉണ്ടാവുന്ന pHും വെജൈനയിലുള്ള pHും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ബാക്ടീരിയൽ ഫ്ലോറ, നോർമൽ ബാക്ടീരിയൽ ഫ്ലോറ എന്ന് പറഞ്ഞ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ബാക്ടീരിയാസും പ്രൈവറ്റ് ഏരിയയിലുണ്ട്. ഈ സാധനത്തിനെയൊക്കെ നമ്മൾ സോപ്പിന്റെ പരസ്യത്തിൽ കാണും, 99.99% കീടാണുക്കളെയും നശിപ്പിക്കും. ശരിയാണ്, അവർ നശിപ്പിക്കും. അതിനകത്ത് നമ്മുടെ നോർമൽ ബാക്ടീരിയ ഫ്ലോറയിലെ സ്വന്തം ബാക്ടീരിയകളും ഉണ്ട്, അല്ലേ? പോയില്ലേ അവര്? അപ്പൊ രോഗകാരികളായിട്ടുള്ള പാത്തോജൻസിന് അഥവാ ബാക്ടീരിയക്ക് പെട്ടെന്ന് ചാടി കയറി അവിടെ ഇരിക്കാം, അല്ലേ? അല്ലെങ്കിലും ഗോൾ ഇല്ലാത്ത ഗോൾ പോസ്റ്റ് ഗോൾ അടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആ രീതി കേട്ടോ. നമ്മുടെ ശരീരത്തിലെ ഈവൻ പ്രൈവറ്റ് ഏരിയയുടെ കാര്യം പറഞ്ഞു, നമ്മൾ അവിടെ നിന്ന് സോപ്പ് യൂസ് ചെയ്യരുതെന്ന്. നമ്മുടെ സ്കിന്നിലൊക്കെ സോപ്പും സ്ക്രബും ഒക്കെ നല്ലതാണോ? അല്ല, അത്ര നല്ലതൊന്നും അല്ല കേട്ടോ. കെമിക്കൽ കേട്ടോ. നല്ല കറക്റ്റായിട്ട് നല്ല വൃത്തിയായിട്ട് വെള്ളം കൊണ്ട് കഴുകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പൊ ഈ ചേറിലും ചെളിയിലും അല്ലെങ്കിൽ വല്ല കെമിക്കൽ മഷി അതൊക്കെ ദേഹത്തായി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് സോപ്പ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ജസ്റ്റ് നമ്മൾ രാവിലെ വരുന്നു, ഒരു റൂമിനകത്തിരിക്കുന്നു, അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ളൊരു ഏരിയയിൽ ഇരിക്കുന്നു, വൈകുന്നേരം വീട്ടിൽ പോകുന്നു, വെറുതെ വെള്ളം കൊണ്ട് കഴുകിയാലും ധാരാളമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് നമ്മുടെ നോർമൽ ബാക്ടീരിയ ഫ്ലോറ സേവ് ആവും. അതോടുകൂടി നമുക്ക് മറ്റ് ഇൻഫെക്ഷൻസ്, ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത് കുറെ കൂടെ തടയാം. പിന്നെ മെൻസസ് ആവുന്നതിന്റെ വേറൊരു പ്രശ്നം എന്താ? സെയിം സാധനം, ഈ പാഡും അല്ലെ കപ്സും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയില്ലേ? അവിടെ ഈർപ്പം തങ്ങി നിന്നിട്ട് ഫംഗൽ ഇൻഫെക്ഷനും ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതും മെൻസ്ട്രേഷൻ്റെ ഒരു വലിയ കോംപ്ലിക്കേഷൻ അല്ലേ? അപ്പൊ അതിനും നമ്മൾ ക്ലിയർ ആയിരിക്കണം. മാക്സിമം എന്തായിരിക്കണം? നല്ല ശുചിത്വത്തോടു കൂടി നമ്മളെ ഹാൻഡിൽ ചെയ്യണം. ആ ഭാഗം നല്ല ക്ലീനും ഡ്രൈയും ആക്കി സൂക്ഷിക്കണം. ഓക്കെ. പിന്നെ നമ്മുടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ അനീമിയ, വിളർച്ചയെ പറ്റി പറഞ്ഞില്ലേ? നമ്മുടെ വിളർച്ച എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ 57% സ്ത്രീകൾക്കും ഉള്ളതാണെന്നാ പറയുന്നത്. കാരണം എന്താ? ഈ മെൻസ്ട്രേഷനും തന്നെ മറ്റൊരു പ്രധാന കാരണം അയൺ ഡെഫിഷ്യൻസി, അയൺ അടങ്ങിയ ആഹാര സാധനങ്ങൾ കഴിക്കാതിരിക്കുക. അതാണ് നമ്മൾ ഇന്ന ആഹാര സാധനങ്ങളൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ? പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ അതൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ. ചീര ഇഷ്ടമില്ലാത്ത ആരൊക്കെയാ ഉള്ളേ? മുരിങ്ങയില ഇഷ്ടമില്ലാത്ത എത്ര പേരുണ്ട്? ഇഷ്ടം പോലെ. ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവരോ? ബീട്രൂട്ട് ഇഷ്ടമില്ല. അപ്പൊ ഈ അയണൊക്കെ എവിടെ നിന്ന് കിട്ടും? വല്ല ചെടിയോ മരമോ ഒക്കെ ആണെന്നെങ്കിൽ വലിച്ചെടുക്കായിരുന്നു. നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഒരു രക്ഷയില്ലാന്നുണ്ടെങ്കിൽ അയൺ ടാബ്ലറ്റ്സ് വാങ്ങിച്ച് കഴിക്കാം. ആഴ്ചയിൽ 2 തവണയെങ്കിലും അയൺ ടാബ്ലറ്റ്സ് ഇങ്ങനെ ഉള്ളവർ കഴിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ കൃത്യമായ സമയത്ത് വിരഗുളികകൾ കഴിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അനീമിയ അഥവാ വിളർച്ച ഇല്ലാതിരിക്കാൻ 6 മാസത്തിലൊരിക്കൽ വിരഗുളിക, ഡിവോമിങ്. നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ കറക്റ്റ് ആയിട്ട് തന്നോണ്ടിരുന്ന സാധനം അല്ലേ? ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ ഇല്ലാതായത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ആയി തന്നെത്താൻ പോയി മേടിച്ച് കഴിച്ചോണം കേട്ടാ. അപ്പോൾ കറക്റ്റ് ആയിട്ട് 6 മാസത്തിലൊരിക്കൽ വിരഗുളികകൾ കഴിക്കണം. ഓക്കെ ആണല്ലോ. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ സ്ട്രെസ് കൂടിയിട്ടേ കുറേ തരം അസുഖങ്ങൾ ഞാനൊരു ഡോക്ടറാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. ഒരുപാട് നിങ്ങളുടെ ഏജിലുള്ള പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ സ്ട്രെസ് കൂടിയിട്ട്, അതായത് സ്ട്രെസ് കാരണം
കുറേ ഉഡായിപ്പ് അസുഖങ്ങളുമായിട്ട് സ്ഥിരം വരാറുണ്ട്. എന്തൊക്കെ അസുഖങ്ങൾ അതെന്നറിയോ? നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാവും എക്സാം സമയത്ത് സ്ഥിരം വരുന്ന അസുഖം. തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ എന്ത് ചെയ്യും? പറഞ്ഞോ, കറക്റ്റാ, പറഞ്ഞോ, പറയടാ. IHRDയിലെ പിള്ളേരെന്ന് പറഞ്ഞ എന്നെ വലിയ പേടിപ്പിച്ച് വിട്ടതാ അവിടെ നിന്ന്. എന്നിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു. പറഞ്ഞോ, കറക്റ്റാ. ഒരു കയ്യടി തരട്ടെ ഞാൻ. കറക്റ്റാ, നീ ചുണ്ടണിക്ക് കറക്റ്റാ, ഞാൻ കേട്ട്. നീ പെങ്കൊച്ചു നാണാ. എന്താണ്? അവർക്ക് പറ, അതന്നെ തലവേദന. എക്സാം സമയം ആയതുകൊണ്ട് ഇപ്പൊ എക്സാം അങ്ങോട്ട് തുടങ്ങിയോണ്ട് ഒത്തിരി നമുക്ക് കളക്ഷൻ കിട്ടുന്നുണ്ട് തലവേദനക്കാരെ കൊണ്ട്. എനിക്ക് തലവേദനയാണ്. ഇത്രയും കാലം ആ ഒരു സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടാവില്ല. എക്സാം സമയത്താണ് ഓവർ സ്ട്രെസ് കൊടുക്കുന്നത്. ഓട്ടോമാറ്റിക്കലി എന്ത് വരും? തലവേദന വരും. എങ്ങനെയാ അങ്ങനത്തെ തലവേദനക്കാർ വരുന്നതെന്നറിയോ? എൻ്റെ ഡോക്ടർ എൻ്റെ ഈ ഐഡിയ പറഞ്ഞു തന്നാൽ ഇനി നിങ്ങൾ ഈ സാധനം മാറ്റുമോ? പിന്നെ എനിക്ക് അസുഖം കണ്ടുപിടിക്കാൻ ഇച്ചിരി കൂടെ പാടാവും. മാറ്റരുത് കേട്ടാ. ഉള്ളതേ പറയാവുള്ളൂ. ആശുപത്രി പോയാൽ ഉള്ളതേ പറയാവുള്ളൂ, എന്നാലേ ഉള്ള മരുന്ന് കിട്ടുള്ളൂ. ഓക്കെ. അല്ലേ സ്കാനിങ്ങിനും ഒക്കെ CT ഒക്കെ എഴുതി തരും കേട്ടോ. തലവേദന ഇങ്ങനെ പറയാം, ഡോക്ടർ ഭയങ്കര തലവേദനയാണ്. എവിടെയാ? മൊത്തത്തിൽ വേദന. എന്താണ് സാധനം? 99% സ്ട്രെസ് തന്നെയാണ്. അതിന് വേറെ സ്കാൻ ചെയ്യേണ്ട കാര്യമൊന്നും വരില്ല. ഓക്കെ. അപ്പോൾ 1 തലവേദന. 2 നിങ്ങൾ സ്ഥിരം എക്സാമിന്റെ സമയത്തൊക്കെ ആരാണ്ടൊക്കെ തല ഇറങ്ങി താഴെ വീഴാറുണ്ടോ? ഇവിടെ അങ്ങനെ കലാപരിപാടി ഇല്ലേ? നല്ല പിള്ളേരാണല്ലോ. ഞങ്ങളുടെയൊക്കെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. എക്സാം സമയമാകുമ്പം തല കറങ്ങി വീണു. അയ്യോ, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലേ? എന്താ പ്രശ്നം? ആൾക്ക് ശരിക്കും തലകറക്കം ഉണ്ടാവുമോ? കള്ളത്തരായിരിക്കോ? ആണോ? ചില സാഹചര്യങ്ങളിൽ ഇത് കള്ളത്തരം തന്നെ ആയിരിക്കും. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഇവരുടെ ഉള്ളിൽ ഇതൊരു തോന്നലാണ്. ഞാൻ തല കറങ്ങുന്നു, ഞാൻ വീഴും. പക്ഷെ ഇവര് വീഴുമ്പോൾ ഇവരുടെ ശരീരത്തിൽ വലിയ പരിക്കുകളൊന്നും ഉണ്ടാവത്തില്ല. വീഴും, താഴെ കിടക്കും, അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരാളുടെ ദേഹത്തോട്ട് കിടക്കും, അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് കിടക്കും. പക്ഷെ ഒരിക്കലും കല്ലിലോ മുള്ളിലോ ചെന്ന് വീഴത്തില്ല. ഇതായിരിക്കും. തുടങ്ങാൻ നിൽക്കത്തില്ല. അലർജിയുടെ ഭാഗമാണ് കേട്ടോ. ഇങ്ങനെയുള്ളവരും ഈ പറഞ്ഞ ആഹാര രീതികളൊക്കെ ശ്രദ്ധിച്ചോണം, ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്തോണം, ബ്രീതിങ് എക്സസൈസ് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ വോയിസ് റെസ്റ്റ്, ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയി സംസാരിക്കരുത്. തൊണ്ട മിണ്ടാതിരിക്കുമ്പം റെസ്റ്റ് കൊടുത്തോണം. അതായത് വേറെ വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കണം. ഓക്കെ. ഇതും പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ബ്രേക്ക് എടുത്തിട്ടല്ലേ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിർത്തൂല അല്ലേ? ഈ കൈക്ക് പൊക്കികളെയൊക്കെ ഇച്ചിരി നാക്ക് കൂടുതലല്ലേ അല്ലേ? ഉണ്ടോ? അടുത്ത ഉടായിപ്പ് അസുഖത്തിന്റെ പേര് പറ. തലവേദനയായി, തലകറക്കമായി, പിന്നെ അടുത്തെന്ത് ഉടായിപ്പ് അസുഖമായിട്ടാ വരുന്നേ? വയറുവേദന. വിറയലും ഉണ്ടോ? അതൊരു പുതിയ ഐറ്റാട്ടോ, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ശരി, വിറയല്, വയറുവേദന. ഇത് ശരിക്കും വയറുവേദന ഉള്ളതായിരിക്കും അതോ ശരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നോ? അതോ ചുമ്മാ വീട്ടുകാരെ പറ്റിച്ചായിരുന്നോ? വയറുവേദന ഇവിടെയോ? തലവേദനയുടെ കഥയൊക്കെ പറഞ്ഞ് ഈ കൊച്ചിടയ്ക്ക് കിടന്ന് ഉറങ്ങായിരുന്നെന്നാ തോന്നുന്നേ. തലവേദന കഴിഞ്ഞു, തലകറക്കം കഴിഞ്ഞു, വിറയല് കഴിഞ്ഞു, ഇപ്പൊ വയറുവേദനയിലാ നിൽക്കുന്നേ അല്ലേ? എപ്പോഴും ഉണ്ട്. ഇത് പലപ്പോഴും ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളുടെ വയറുവേദന വരുന്നത് ഇറിറ്റബിൾ ബവൽ ഹാബിറ്റിന്റെ ഭാഗമായിട്ടായിരിക്കും. അതായത് കൃത്യതയില്ലാത്ത ആഹാര രീതിയും കൃത്യനിഷ്ഠതയോടുകൂടി ഉറങ്ങാത്തതും വിശ്രമിക്കാത്തതും സ്ട്രെസ് കൂടുന്നതിന്റെയൊക്കെ ഭാഗമായിട്ട് എന്ത് പറ്റും? ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു സാധനം വരും. അത് കാരണം എന്തോ കഴിച്ചാലും അപ്പൊ വയറുവേദനയാണ്. ബാത്റൂമിൽ എത്ര തവണ പോകും അങ്ങനെയുള്ളവര്? പോവുകയില്ല. വേറൊരു പ്രശ്നമാണ്. അതായത് ഒന്നുകിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ 2, 3, 4 തവണ ടോയ്ലറ്റ് കാണേണ്ടി വരും. ഇതാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. ഇങ്ങനെയുള്ളവർക്കായിരിക്കും ഇടയ്ക്കിടയ്ക്ക് വയറുവേദന. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മെൻസ്ട്രൽ പാഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയും അല്ലെങ്കിൽ ആ സമയത്ത് വെള്ളം നല്ലോണം കുടിച്ചില്ലെങ്കിലൊക്കെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, UTI, മൂത്രത്തിൽ പഴുപ്പ് വരാറില്ല എല്ലാവർക്കും? ആരും വെള്ളം കുടിക്കാറില്ല അല്ലെ? എല്ലാവരും തലയാട്ടുന്നു. കൊള്ളാം, വെള്ളം കുടിച്ചോണം ഇനി കേട്ടോ. ശരി. അപ്പോ അത്. പിന്നെ അടുത്ത അസുഖം എന്താ? പനിയോ? ടെൻഷൻ അടിച്ചിട്ടോ? എക്സാം സമയത്ത് വരും, സ്ഥിരമാണ്.
ആ ശരി. അടുത്ത് വേറെന്താണ്? ശ്വാസം മുട്ടൽ വരും ആർക്കെങ്കിലും? വരും അല്ല, ഒറിജിനൽ ശ്വാസം മുട്ടലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ശ്വാസം മുട്ടലും ഉണ്ട്. ഒറിജിനലാണ്. അത് ശ്വാസം കിട്ടുന്നില്ല, രാത്രിയൊക്കെ ആകുമ്പം അയ്യോ ശ്വാസം കിട്ടുന്നില്ല അമ്മ എന്നും പറഞ്ഞോട്ട് എഴുതേക്കും. ഇവിടെ എന്തോ ഇരിക്കുന്ന പോലെ തോന്നുന്നേന്നും പറഞ്ഞ് അങ്ങോട്ട് ബഹളം വെക്കാൻ തുടങ്ങും. കണ്ടോ, ഈ പിള്ളേരുടെ മൊത്തം കണ്ണും ആ ബിസ്ക്കറ്റിലോട്ട് പോയി. നല്ലൊരു ക്ലാസ് ആയിരുന്നു, അതിനെ നശിപ്പിച്ച്. അപ്പോ ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയിൽ വരും. പിന്നെ പെയിൻ, വയറുവേദന മാത്രമല്ല, തലവേദന മാത്രമല്ല, ഓരോ സീസണിൽ ഇങ്ങനെ സ്ട്രെസ് കൂടിയ ആളുകൾ ഓരോ ശരീരഭാഗങ്ങളിൽ വേദന കാണിക്കും. അതായത് ഒരു സീസൺ മൊത്തം കഴുത്ത് വേദന എന്ന് പറഞ്ഞായിരിക്കും നടക്കുന്നത്, അടുത്ത സീസൺ മൊത്തം നടുവേദന എന്ന് പറഞ്ഞായിരിക്കും നടക്കുന്നത്, അതിന്റെ അടുത്ത സീസൺ മൊത്തം തലവേദനയായിരിക്കും, അതിന്റെ സ്കാനിങ്ങും അല്ലെങ്കിൽ വയറുവേദന എന്ന് പറഞ്ഞ് എൻഡോസ്കോപ്പി വരെ എടുക്കും. അതിനകത്തും എന്തെങ്കിലും അസുഖം കണ്ടുപിടിക്കോ? ഇല്ല. പിന്നെ വേറൊരു ഐറ്റം സാധനമുണ്ട്, ഇപ്പോഴത്തെ ട്രെൻഡിങ് സാധനം, വൈറ്റമിൻ D3 എത്ര പേർക്ക് കുറവുണ്ട്? കൈവക്ക്. D3, വൈറ്റമിൻ D3 നല്ലോണം കൈവക്ക്, എന്നാലേ കാണുള്ളൂ. വൈറ്റമിൻ D3 കുറവ്. വൈറ്റമിൻ D3 കുറവായിട്ട് എത്ര പേര് കൈവക്കി? എണ്ണിക്കേടാ. 1 2 3 4 5 6 7 8 പേര്. ബാക്കിയുള്ള എല്ലാവർക്കും ഈ കൈ പൊക്കിയവരൊക്കെ ഇരിക്കട്ടെ, ബാക്കിയുള്ള ആരെങ്കിലും വൈറ്റമിൻ D3 ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോർമൽ കണ്ടവരുണ്ടോ? ഇപ്പൊ ഗിഫ്റ്റാ, നോർമൽ ആയിരുന്നു. ഇതിന്റെ റിസൾട്ട് എനിക്കൊന്ന് കാണണല്ലോടാ. ഉറപ്പാണ്, നല്ല നോർമൽ വാല്യൂ ആയിരുന്നു. എത്ര ഉണ്ടായിരുന്നു? ഓർമ്മയില്ല. എന്തോ അയൺ കുറവായിരുന്നു, വൈറ്റമിൻ D3 നോർമൽ ആയിരുന്നു. നോർമൽ വാല്യൂ ഇന്ന് പോയിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. വൈറ്റമിൻ D3 നോർമൽ ആണ്, നിനക്ക് ലോട്ടറിയാ കേട്ടോ. വൈറ്റമിൻ D3 റിസൾട്ട് നോർമൽ വാല്യൂ കാണുക എന്ന് പറഞ്ഞാൽ അത് അത്യപൂർവ. നിങ്ങളെ പോലെ സ്ഥിരം ഓരോരോ കുഴപ്പവും കൊണ്ട് ആശുപത്രി കയറി ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ പേര് പറഞ്ഞ് ഞങ്ങൾക്ക് തടി ഉരുകയെ നിവർത്തിയുള്ളൂ. അപ്പൊ അങ്ങനെ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന സാധനമാണ് എന്ത്? വൈറ്റമിൻ D3. അതിന്റെ കുറവ് പറയുമ്പോ നിങ്ങളല്ലേ ഈ കൈ പൊക്കിയവരെല്ലാം വൈറ്റമിൻ D3യുടെ ഗുളിക കഴിച്ചിട്ട് പോയി വൈറ്റമിൻ D3 ടെസ്റ്റ് ചെയ്തോ? പോയി ചെക്ക് ചെയ്യണം കേട്ടോ. 1000 രൂപയും കൂടെ ലാബിൽ കൊടുക്കണം, എന്നിട്ട് വൈറ്റമിൻ D3 എത്രയാന്ന് പറയണം കേട്ടോ. അപ്പൊ കൂടിയോ നോർമൽ ആയോ എന്ന് എന്നോടൊന്ന് പറയണം കേട്ടോ. അപ്പോഴും വൈറ്റമിൻ D3 ആ ലെവലിലൊക്കെ തന്നെ ആവുള്ളൂ. വൈറ്റമിൻ D3 നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്നൊക്കെ കിട്ടുന്നതാ. ഇപ്പൊ എല്ലാവരും ഈ ഫുൾ കൈ ഡ്രസ്സും ഇട്ട് ഇതുപോലത്തെ നല്ല അടച്ചിട്ട് റൂമിനകത്തിരിക്കുമ്പോ സൂര്യപ്രകാശം കിട്ടുമോ? വൈറ്റമിൻ D3 സ്വാഭാവികമായിട്ടും അത്ര കണ്ട് കിട്ടണം എന്നില്ല കേട്ടോ. ഇനിയിപ്പം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവർ അതിന്റെ പുറകെ നടക്കണ്ട, അതങ്ങനെ തന്നെയാണ്, വെറുതെ വിട്ട് കളയണം. ഓക്കെ, ഇങ്ങനെയാണ് ഈ ടീനേജിലെ സ്ട്രെസ് കാരണം വരുന്ന കുറച്ച് അസുഖങ്ങൾ. അടുത്തത് BP കുറയുക, തലകറങ്ങുക. അതും ഇല്ല എല്ലാവർക്കും? കൈവക്ക്. BP കുറയുള്ളവര് ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടാവും ഇല്ലേ? ഇതൊക്കെ BP നോർമൽ ആണോടോ? ഈ ശരീരത്തിൽ BP ചെക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അടുത്ത് BP കുറവുള്ളവരാരൊക്കെ? ഈ ശരീരപ്രകൃതിയില് ഈ പ്രായത്തില് കിട്ടിയ BP ഒക്കെ ഉണ്ടാവുള്ളൂ. ഇനി ഇത് കൂടി നിങ്ങൾ ബുക്കിൽ പഠിച്ച നോർമൽ ആവണമെങ്കിൽ എന്നല്ല, ബുക്കിൽ പഠിച്ച വാല്യൂ ഒക്കെ കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് പ്രായമാവണം. പിന്നെ ഇതിനെ കുറയ്ക്കാനാ പാട്, പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഇങ്ങനെയാണ് കുറച്ച് എന്ത് പറ്റുന്നത്, ഈ സ്ട്രെസ് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ സ്ഥിരം കയറി ഇറങ്ങി നടക്കുമ്പോൾ കിട്ടുന്ന അസുഖങ്ങളുടെ പേരുകൾ: മൈഗ്രെയിൻ, വൈറ്റമിൻ D3 കുറവ്, കഴുത്ത് വേദന, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനത്തെ കുറെ അസുഖങ്ങളൊക്കെ കിട്ടും. അടുത്ത് ഈ ഏജിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യുക, സേഫ് സെക്സിൽ ഏർപ്പെടുക. കല്യാണം കഴിക്കാത്ത നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. ഇപ്പോ കുറച്ചുകൂടെ എക്സ്പോഷർ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോ അതുപോലെ കല്യാണപ്രായം ഇനിയും കൂട്ടിക്കൊണ്ടിരിക്കുക. ഈ സാഹചര്യങ്ങളിൽ നമ്മൾ ആദ്യത്തെ മെൻസ്ട്രേഷൻ ആകുമ്പോൾ തന്നെ നമ്മൾ മെന്റലി അല്ല, നമ്മൾ ഫിസിക്കലി നമ്മുടെ ഹോർമോൺസ് എന്ത് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും? ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് ഡിമാൻഡ് ചെയ്യും. ആ സമയം നമ്മുടെ ബുദ്ധിപരമായ വളർച്ചയിൽ നമ്മൾ ചിന്തിക്കണം,
ഇതിപ്പോ ഈ ഒരു സൊസൈറ്റിയിൽ അതിന് പോയി പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മറ്റ് ഭാവി ഗ്രോത്തിന്, നമ്മുടെ പഠനം, നമ്മുടെ ജോലി, മറ്റ് നമ്മുടെ സാമ്പത്തിക നിലവാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്ര കണ്ട് ഡെവലപ്പ് ആവില്ല. അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കലി നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ഈ വിവാഹപ്രായം എന്തുകൊണ്ട് ചെയ്തുകൊണ്ട് പോകുന്നത്? നീട്ടുന്നത്. ഇപ്പോഴത്തെ വിവാഹപ്രായം എത്രയാ? 22ഓ ആക്കിയോ? ആലോചനകളൊക്കെ നടക്കുന്നല്ലേ ഉള്ളൂ. ആക്കി, അപ്ഡേറ്റഡ്. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പോ എന്താ പറയാ, നമ്മുടെ വിവാഹപ്രായം നീട്ടി വെച്ചാലും ഗവൺമെന്റ് വേറൊരു കാര്യം, അല്ലെങ്കിൽ കോടതി വേറൊരു കാര്യം പറയുന്നുണ്ട്. 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ സമ്മതപ്രകാരമുള്ള സെക്ഷൽ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് അതിന് തടസ്സമില്ലാന്ന്. ടീച്ചർ നോക്കുന്നുണ്ട്, എന്നെ വിളിച്ചുകൊണ്ട് വന്നത് ഭയങ്കര പ്രശ്നമായി, ഇപ്പൊ എന്ത് വൃത്തിയടക്കിയ പിള്ളേരെ പഠിപ്പിക്കുന്നതെന്ന്. ടീച്ചർ ഇതുങ്ങൾ മൊത്തം അത്യാവശ്യം ആരും കാണാതെ ഇതിനെ പറ്റിയൊക്കെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ തരുന്ന അറിവുകൾ കുറച്ചുകൂടെ കറക്റ്റ് ആയിരിക്കും. നിങ്ങളെ എവിടെ നിന്നൊക്കെയാണ്, നിങ്ങളൊക്കെ അറിവ് ഇപ്പൊ തേടുന്ന പ്രായമാണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണേലും അറിവ് കിട്ടാം. അത് ഏത് തരത്തിലും ആയിരിക്കാം. ചില അറിവുകൾ നിങ്ങളെ മിസ്ലീഡ് ചെയ്യിക്കുകയും ചെയ്യും. ശരിയല്ലേ? അപ്പോൾ ഈ കല്യാണപ്രായം നീട്ടുന്നത് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങളുടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടാ. അപ്പോൾ പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ നമ്മുടെ മെൻസ്ട്രേഷൻ നടക്കുന്ന സമയം മുതൽ ഫിസിക്കലി നമുക്ക് അതിനോടുള്ളൊരു എന്താ പറയുക, ഒരു അട്രാക്ഷൻ കുറച്ച് കൂടുതലായിരിക്കും. ആ സാഹചര്യത്തിൽ മനസ്സും തലച്ചോറും തമ്മിലൊരു ഫൈറ്റ് നടക്കും. എനിക്ക് ഡെവലപ്പ് ചെയ്യണോ അതോ എൻ്റെ പ്രണയത്തിൽ വീഴണോ? മിക്കവാറും ആളുകളൊക്കെ കുറച്ച് സോഫ്റ്റ് ഹാർട്ടഡാണ്. ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രണയത്തിന് കണ്ണില്ല, മൂക്കില്ല, വായില്ല, ഇതൊക്കെ ഇല്ല, അസുഖങ്ങളെ പറ്റിയിട്ടുള്ള അറിവുകളില്ല. ഇന്നത്തെ കാലത്ത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, എന്തൊക്കെയാ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്? HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഇതൊക്കെ ഭയങ്കര കൂടുതലാണ്. അതും പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത് HIV കേസസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. ഈ സാഹചര്യത്തിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണർക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം സെക്സ് പാർട്ട്ണറായിട്ട് കണ്ടുപിടിച്ച് വെച്ച ആൾക്ക് ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ത് ഗ്യാരണ്ടിയാ ഉള്ളത്? എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? കിട്ടിക്കഴിഞ്ഞാൽ തീരുമാനമായി അല്ലേ? ഇന്നത്തെ കാലത്ത് ജാതകവും സമയവും കുടുംബമഹിമയും ഒക്കെ നോക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയും, ഈ വൈറൽ മാർക്കേഴ്സ് പോയി ചെക്ക് ചെയ്യിക്കണം. വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് ഇതൊരു അങ്ങനെ പോകാനൊരു മോട്ടിവേഷൻ ആയിട്ട് ആരും എടുക്കരുത്. ഇങ്ങനൊരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായാൽ നിർബന്ധിതമായിട്ടും ഈ പറഞ്ഞ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് സ്പ്രെഡ് ചെയ്യാനുള്ള സാഹചര്യം പരമാവധി ആരിലേക്കും ഉണ്ടാവരുത്. നിങ്ങൾ അതിൻ്റെ പ്രിവെൻഷൻ പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. എങ്ങനെ എടുക്കും? കോണ്ടംസ് യൂസ് ചെയ്യാം. കണ്ടിട്ടുണ്ടോ ഈ സാധനം എവിടെയെങ്കിലും? ആരും കണ്ടിട്ടില്ലേ? നമ്മുടെ സർക്കാർ ആശുപത്രിയുടെ ഫ്രണ്ടിൽ ബോക്സിൽ വെച്ചിട്ടുണ്ട്. ഫ്രീയാ, ആർക്കും വരാം, എടുക്കാം, ആരോടും ചോദിക്കേണ്ട, ഒന്നും ചോദിക്കേണ്ട. ആണ്, അവരെന്തുകൊണ്ടാണ് ഫ്രീ കൊടുത്തിരിക്കുന്നതെന്ന് അറിയോ? ഈ എയ്ഡ്സിന്റെ ഒക്കെ മരുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കണേ വലിയ ചെലവാ. അതിനേക്കാളും എളുപ്പമായി കോണ്ടംസ് കൊടുക്കുന്നത്. അതുകൊണ്ടാ. അല്ല ഈ അബോർഷൻസ് ഒക്കെ വന്നിട്ട് ഈ അതിന്റെ മറ്റ് ചെലവുകൾ, അല്ലെങ്കിൽ അത് കാരണം എന്തെങ്കിലും ഒരു കുഞ്ഞ് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഒരു അമ്മ നഷ്ടപ്പെടാം, അമ്മയുടെ ജീവൻ അപകടത്തിലാവാം. അങ്ങനെയൊക്കെ ഒരു സിറ്റിസനെ നഷ്ടപ്പെടുന്നതിനേക്കാളും എളുപ്പമാണ് 1 രൂപയുടെ കോണ്ടം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ, സർക്കാർ ഹോസ്പിറ്റലുകളുടെ ഫ്രണ്ടിൽ ബോക്സിൽ അതും ആരും ചോദിക്കുക പറയുകയൊന്നുമില്ല. അതും അവിടെ ഫാർമസി ചോദിക്കുക പോലും വേണ്ട. അവിടെ ബോക്സിൽ ഫ്രണ്ടിൽ ഉണ്ടാവും. പോകാം, എടുക്കാം, വരാം. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. പിന്നെ അടുത്ത്, ഇനി ഇതിൽ ഒന്നുമില്ല, സംഭവിച്ചു പോയി, ആർക്കും സംഭവിക്കാം, അല്ലേ? ഇവിടെ കാമുകന്മാരുള്ള എത്ര പേരുണ്ട്? ടീച്ചറെ 2 നിമിഷത്തിലേക്ക് കണ്ണടക്കിയേ. ബോയ് ഫ്രണ്ട്സ് ഉള്ളവരാരൊക്കെയാ? ആരും കൈവെക്കൂല, വീഡിയോ വരെ എടുക്കാം. കൈവക്കി ഭയങ്കര ധൈര്യശാലികളാണല്ലോ. ശരി. അപ്പൊ ഈ എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ സത്യസന്ധരായോണ്ട് കൈവക്കി. ശരി.
അപ്പോൾ ഏതൊരാളും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭാവിനെ ഓർത്ത് വേണ്ട 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 എന്ന് ആലോചിച്ചിരിക്കുന്ന കാര്യങ്ങള് ഇന്നത്തെ കാലത്ത് എക്സ്പോഷർ കൂടുതലാണ്. പഴയ കാലത്ത് ഇപ്പൊ നമ്മുടെ അമ്മയും അമ്മൂമ്മയൊക്കെ അല്ലെ ആന്റിമാരും ഒക്കെ പരദൂഷണം പറയുമ്പോ പറയും, ഞങ്ങളുടെ കാലത്ത് ഇങ്ങനൊന്നും ഇല്ല, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നടക്കുന്ന കണ്ടില്ലേന്ന്. ഇവരെ ഇതുപോലെ ആൺപിള്ളാരും പെൺപിള്ളാരുമായിട്ടൊന്നും ഒന്നിച്ച് നടക്കാൻ വിട്ടു നോക്കിയേ. ഇപ്പോഴല്ലേ ഇതിനൊക്കെ സാഹചര്യം ഒത്തത് അല്ലേ? അതുകൊണ്ട് ഇപ്പൊ കൂടുതൽ എക്സ്പോഷർ കൂടുതലായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ പണ്ട് ഇച്ചിരി ഹിഡൻ ആയിരുന്നതാ, ഇത്ര ഓപ്പൺ അല്ലാന്നേ ഉള്ളൂ. പിന്നെ ഇപ്പം നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ വീട്ടിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ നടന്നാലേ അറിയുള്ളൂ. പക്ഷെ ഇപ്പം മീഡിയയിൽ ഇതെല്ലാം വരുവേ, മനസ്സിലായോ? ഇപ്പൊ ഈ കാമുകനുണ്ടെന്ന് പറഞ്ഞ് കൈപൊക്കിയില്ലേ, ഞാനിത് അടുത്ത ദിവസം യൂട്യൂബിലിടും. അച്ഛനും അമ്മയൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ആ ഓക്കെ. ആ അപ്പോ ഈ ബോയ് ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറുടെ കൂടെ ഒക്കെ പോകുന്ന സമയത്ത്, അഥവാ ഞാൻ ഈ ഡോക്ടർ കോണ്ടത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു തന്നു, അല്ലെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നവരൊക്കെ കുറവാ. ഇതൊക്കെ ഒരു സാഹചര്യത്തിൽ അങ്ങോട്ട് ആയി പോകുന്നതാ, സംഭവിക്കുന്നതാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിന്നിരിക്കട്ടെ. അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ഇന്നത്തെ കാലത്ത് ഒരുപാട് അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ആയി കഴിഞ്ഞാൽ ആവുന്നതിന് മുമ്പ് അത് കറക്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പം നിങ്ങൾ ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ 72 hours ഐ പില്ലുകളുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസസ് കുറയും. 100% ഗ്യാരണ്ടി ഒരു മെഡിസിൻസിലും ഇല്ല കേട്ടോ. ആ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് നാളെ മുതൽ എല്ലാരും വിളിക്കണ്ട, എല്ലാം ശരിയാ, ഡോക്ടർ ഗുളികയുടെ പേര് വരെ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് കേട്ടോ. 100% ഗ്യാരണ്ടി ഒന്നിലും ഇല്ല. പിന്നെ നമുക്ക് മാക്സിമം ഇങ്ങനെയൊക്കെ അഥവാ എങ്ങാനും പെട്ടുപോയി കഴിഞ്ഞാൽ എമർജൻസി കോൺട്രാസെപ്റ്റീവ് പില്ലുകളുണ്ട്. ഇനിയിപ്പോൾ ഇതുമല്ല, പ്രഗ്നൻസി ആയി എന്നിരിക്കട്ടെ, അങ്ങനെ ആവുന്നവരും ഉണ്ട്. പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് എൻ്റെ അടുത്തൊരു പെൺകുട്ടി വന്നതാണ്. എവിടെയോ പുറത്ത് എബ്രോഡ് ഉള്ളതാ ആ കൊച്ച്. വന്ന് ഭയങ്കര കരഞ്ഞു വിളിച്ചാ വന്നത്. ഡോക്ടറെ, ഇത് ഇത്രയും നാളായി, എന്ത് ചെയ്യും? ഞാൻ ഓൾറെഡി ഒരു ഗുളിക കഴിച്ചു, പക്ഷെ ഈ ഗുളികനെ കഴിച്ച് എല്ലാം റെഡി ആവുമെന്ന് പറഞ്ഞ് കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. ആരാ തന്നെ? എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് വഴി ആ ആളുടെ സുഹൃത്തിന്റെ സുഹൃത്ത് കൊടുത്തതാ. എത്ര രൂപയായി? 15,000 രൂപ കൊടുത്തു. 15,000 രൂപ കൊടുത്തു. ഗൾഫിലൊക്കെ അല്ലേടാ, അതിന് കിട്ടുമായിരിക്കും അത്രയും പൈസ, ഞെട്ടണ്ട കേട്ടോ. പിന്നെ ഇങ്ങനത്തെ സാഹചര്യത്തിൽ 15,000 അല്ല 50,000 കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെ കൊന്നിട്ടാണേലും എന്ത് ചെയ്യും? കൊടുക്കോ ഇല്ലയോ? കൊടുക്കും. ഈ പെങ്കൊച്ച് 15,000 രൂപയും കൊടുത്തു. എന്നിട്ട് ഈ ഇടയ്ക്കാണ് ആ ഗുളികയുടെ കവർ ശ്രദ്ധിച്ചപ്പോ ചുമ്മാ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി, മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് ആണ്, നടന്ന സംഭവം. എന്നിട്ട് കരഞ്ഞുകൊണ്ട് വരുന്നു. ഒരു വയബിലിറ്റി ആവാത്ത പ്രഗ്നൻസി ഒക്കെയാണ്. അതായത് 20 weeks വരെയാണ് ഇപ്പോൾ ഗവൺമെന്റ് നമ്മളടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ അമ്മയ്ക്ക് വേണ്ട, ആ കുഞ്ഞിനെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാം എന്ന് ഗവൺമെന്റ് അനുവദിക്കുന്നത് 20 weeks താഴെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 2 കുഞ്ഞു ഗുളികകളിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ. എന്നിട്ടും ഇത് പുറത്തു പറയാതെ ഹൈഡ് ചെയ്ത് വെച്ച് ഇത് കൊളവാക്കി 9 മാസം ചുമന്നുകൊണ്ട് നടന്നിട്ട് കണ്ട തോട്ടിലും പറമ്പിലും ബക്കറ്റിലും ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞും കട്ടിലിനടിയിലും മെത്തേഡ് അടിയിലും ഒക്കെ ആയിട്ട് എത്ര ന്യൂസാ നമ്മൾ ഡെയിലി കേൾക്കുന്നത്? ആണോ? ഈ ഒരു 10, 200, 300 രൂപയിൽ പോട്ടെ, ഒരു ഡോക്ടറിനെയും കൂടെ കൺസൾട്ട് ചെയ്ത് മാന്യമായ ഒരു സ്കാനിങ് കൂടെ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയിൽ, അല്ലെങ്കിൽ മാക്സിമം വരെ 2000 രൂപയിൽ. വേണ്ട, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകും, ഫ്രീ ആയിട്ട് തീരാവുന്ന ഒരു പ്രശ്നത്തിന് എത്ര വലിയ പാപമാണ് നമ്മൾ ചെയ്യുന്നത്. അതും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അവരുടെ ആർക്കും അറിയില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ആ അമ്മ മാത്രമായിരിക്കും ആ കുഞ്ഞിനെ കൊന്നതിനകത്ത് ഉത്തരവാദി. ആ പെൺകുട്ടി അവരുടെ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പൊ ആ സുഹൃത്ത് എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? അവള് പോയിട്ടല്ലേ. പോകുന്നതാണോ തെറ്റ്? ഇങ്ങനൊരു കുഞ്ഞിനെ കൊല്ലുന്നതാണോ തെറ്റ്? അല്ലേ? അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. അത് അറിവുള്ള ഒരാളെ, ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം നിങ്ങൾ പ്രായപൂർത്തി ആവാത്ത കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. ഇതിനകത്ത് 18 വയസ്സിൽ താഴെയുള്ള ആരെങ്കിലും ഇരിപ്പുണ്ടോ?
അറിയുന്നുണ്ടോ? ഉണ്ടോ? 18 വയസ്സിന് പൂർത്തിയായി കഴിഞ്ഞാലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ടാളുടെയും സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധവും അല്ലെങ്കിൽ ഈ പറഞ്ഞ അബോഷൻസും അല്ലെങ്കിൽ ഗർഭനിരോധന മാർഗങ്ങളും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതല്ലാതെ അതിൽ താഴെയുള്ള ഏതൊരാള് അതിൽ ഏർപ്പെട്ടാലും അതിന്റെ ഓപ്പോസിറ്റ് ആള് എത്ര പ്രായത്തിലുള്ള ആളാണേലും ജയിലിൽ കിടക്കും. പീഡന, പോക്സോ. കേട്ടോ, അത് നിങ്ങൾ സമ്മതിച്ചിട്ടാണേലും. ഇപ്പൊ നിങ്ങൾ 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളായതുകൊണ്ട് മാത്രമാണ് ഞാൻ ആദ്യത്തെ ഈ ഒരു ഇൻട്രോ തരാതെ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. ഇനി അടുത്ത് ചില ആളുകൾ അറിയാം 6 മാസമായിട്ടാണ്. അങ്ങനെയും എൻ്റെ മുമ്പിൽ കേസസ് വരാറുണ്ട്. 6 മാസം 7 മാസം ഒക്കെ ആയ അബോഷൻസ് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാം? പക്വതയോടുകൂടി നമ്മുടെ ഗവൺമെന്റിൽ തന്നെ ഇതിന് ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ട്. ഗവൺമെന്റ് നിങ്ങളെ ആരെയും അറിയിക്കില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളില് ടീച്ചേഴ്സിനോട് പറഞ്ഞ്, കൂട്ടുകാരോട് പറഞ്ഞ്, അല്ലെങ്കിൽ വീട്ടുകാർ നാട്ടുകാരോടൊക്കെ പറഞ്ഞ് നിങ്ങളെ നാണം കെടുത്താനോ ഒന്നും പോകുന്നില്ല. നിങ്ങൾക്ക് സേഫായി ആ ഷെൽട്ടർ ഹോംസിൽ പോയി താമസിക്കാം, ഫ്രീ ആയിട്ട് ഡെലിവറി നടത്താം. ഡെലിവറിക്ക് ശേഷം ആ കുഞ്ഞിനെ അവിടെ തന്നെ, ഇന്നത്തെ കാലത്ത് അഡോപ്ഷന് കുട്ടികളെ കിട്ടാനില്ല കേരളത്തിൽ, അതറിയോ? അതൊരു സന്തോഷ വാർത്തയാ. പണ്ടൊക്കെ ഒരുപാടടുത്ത് കുട്ടികൾ ഉപേക്ഷിക്കപ്പെടുമായിരുന്നു. അപ്പൊ അതിന്റെ എണ്ണമൊക്കെ കുറഞ്ഞു. പക്ഷേ ഈ ബക്കറ്റിലിടുന്നത് കുറച്ച് കൂടിയിട്ടുണ്ട്, അത് വേറെ കാര്യം. ഈ അഡോപ്ഷന് വേണ്ടിയിട്ട് തയ്യാറാവുന്ന പാരന്റ്സിന്റെ എണ്ണവും കൂടി, എന്നാൽ അഡോപ്ഷന് കുട്ടികളെ കിട്ടാതെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ച് കൂട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എങ്ങാനും ഒരു അബദ്ധം പറ്റിയാൽ എന്ത് ചെയ്യാം? അങ്ങനെ ഒരാൾക്ക് ഇതുപോലെ ഗവൺമെന്റ് സെക്ടറിൽ അപേക്ഷിച്ചിട്ട് അവിടെ പറയാം. അവിടെ നിങ്ങളെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യാൻ ആളുകൾ ഉണ്ടാവും. അല്ലാതെ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് സങ്കടം പറഞ്ഞാല് ആ സമയത്ത് സദാചാരബോധം ഉണർന്നിട്ട് ആ ആളെ അറ്റാക്ക് ചെയ്യല്ല വേണ്ടത്, അല്ലെ ആ ആളെ പറ്റി കുറ്റം പോയി മറ്റുള്ളവരോട് പറയുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് ആളെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യണം എന്നത് തോന്നലാണെന്നുണ്ടെങ്കിൽ പക്വതയോടുകൂടി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന നിങ്ങളുടെ അധ്യാപകരോടോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലോടോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അടുത്തോ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. തീർച്ചയായും നിങ്ങൾ ഒരു പ്രശ്നത്തിലായ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഗവൺമെന്റ് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി കുറെ ഹെൽപ്പ് ലൈൻ ടോൾ ഫ്രീ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അറിയോ എന്തൊക്കെയാ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നമ്പറുകൾ? നിങ്ങൾക്ക് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു റോഡിൽ അല്ലെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രശ്നം ഉണ്ടായി, ആരെങ്കിലും നിങ്ങളെ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അമ്മയും അച്ഛനും ഒന്നും അടുത്തില്ല, ആരെ വിളിക്കാം? പിങ്ക് പോലീസിനെ വിളിക്കാം. എന്താ പിങ്ക് പോലീസിന്റെ നമ്പർ എന്നറിയോ? 1515 1515. എളുപ്പമല്ലേ പഠിക്കാൻ? പഠിച്ചു വെച്ചോണേ. നമ്മുടെ പിങ്ക് പോലീസിന്റെ ഉടനടി സ്ഥലത്തെത്തും കേട്ടോ. അടുത്ത്, ഇനി നിങ്ങളൊക്കെ കല്യാണം കഴിച്ച് ഒരു വീടുകളിലേക്കായി, അടി ഇടി ഇല്ലാത്ത ഫാമിലീസ് ഉണ്ടോ? ഇല്ല. ഇത്രയും കുട്ടികളും ഒന്നടങ്കം പറയാ അടി ഇടി ഇല്ലാത്ത ഫാമിലീസ് ഇല്ലാന്ന്. അങ്ങനെ ആവരുത് കേട്ടോ. ഇല്ലാതെയുള്ള ഫാമിലീസ് ഉണ്ടാവണം തീർച്ചയായിട്ടും. സമാധാനപൂർണമായ കുടുംബജീവിതങ്ങൾ ഉണ്ടാവണം. അഥവാ അങ്ങനെ അല്ല നിങ്ങൾക്ക് കിട്ടുന്നത് ലൈഫ് പാർട്ട്ണർ, അല്ലെ നിങ്ങൾ ഏതെങ്കിലും തരത്തില് ഇടി കൊള്ളുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊള്ളാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ്, അതിന്റെ ഭാഗമായിട്ട് ടോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന നമ്പറാണ് 181 181. ഡൊമസ്റ്റിക് വയലൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് വിളിക്കാൻ പറ്റുന്നത്. പിന്നെ വിമൻസ് ഹെൽപ്പ് ലൈൻ നമ്പർ, നിങ്ങളുടെ പ്രശ്നം എന്തോ ആവട്ടെ, ഒരു ലൈംഗിക അതിക്രമോ അല്ലെങ്കിൽ വേറൊരു എന്ത് എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നമ്പറാണ് 1091 1091 വിമൻസ് ഹെൽപ്പ് ലൈൻ. ഓക്കെ, നമ്പർ സേവ്ഡ് ആണല്ലോ. പിന്നെ പോലീസിന്റെ നമ്പറൊക്കെ അറിയായിരിക്കല്ലോ. ആംബുലൻസ്. പിന്നെ അടുത്ത ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. ഉണ്ടോ ഇവിടെ ആർക്കെങ്കിലും? നേരത്തെ ഒരു ഇൻസിഡന്റോടുകൂടി എല്ലാരും പേടിച്ചു പോയി. ഇതേ ക്യാമറയും പൊക്കി പിടിച്ചോണ്ട് ലഹരി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ലഹരി വസ്തുക്കളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ സുലഭമായിട്ട് ലഹരി വസ്തുക്കൾ പണ്ടത്തതിനേക്കാളും കുറച്ചുകൂടെ കോമൺ ആയിട്ട് എല്ലാവരിലും ലഹരി വസ്തുക്കളൊക്കെ എത്തുന്നുണ്ട്. നമുക്ക് വേണം എന്ന് വിചാരിച്ചാൽ നമ്മുടെ കൈവെള്ളയിൽ കിട്ടും. ഉറപ്പായിട്ടും ജീവിതം തകർത്ത് കളയും.
നമ്മുടെ പാരന്റ്സ് ഈ നേരത്തെ വീട്ടിൽ അടിയിടിയൊക്കെ ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞപ്പോ കുറെ ആൾക്കാർ തലയാട്ടിയല്ലോ. കുറെ ആൾക്കാരല്ല, മുക്കാൽ അല്ല, ഓൾമോസ്റ്റ് എല്ലാരും തന്നെ തലയാട്ടി. അടിയിടിയൊക്കെ ഒരു വീട്ടിലുള്ളതല്ലേന്ന്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന അടിയിലും ഇടിയിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉണ്ടായിരുന്നോ? ഇല്ലാതെ ഉണ്ടാവുന്നുണ്ട്. ലഹരി വസ്തുക്കളൊന്നും ഇല്ല, മദ്യമില്ല, ഇല്ല, വേറെ ചുണ്ടിനടിയിൽ വെക്കുന്ന സാധനങ്ങളൊന്നും ഇല്ല, അല്ലാതെ ഉണ്ടാവുന്നുണ്ട്. ഉറപ്പായിട്ടും അതിന് കൺസേൺ ആയിട്ടുള്ള സൈക്കാട്രിസ്റ്റുകളെ അല്ലെ സൈക്കോളജിസ്റ്റുകളെ കൺസൾട്ട് ചെയ്യണം. ഫാമിലി കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ അതിനെ ചേഞ്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു നല്ല ശതമാനം പ്രശ്നങ്ങളുടെയും കാരണം ഈ ലഹരി ഉൽപ്പന്നങ്ങളുമായിരിക്കാം. പണ്ടൊക്കെയാണ് ചെക്കന്മാരോട് അത് ഉപയോഗിക്കല്ലേ, അത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ അത് പെൺകുട്ടികളുടെ ഇടയിലും കോമൺ ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മളെല്ലാം തുല്യതയുടെ ഒരു ലൈനിലല്ലേ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൺപിള്ളേർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പെൺപിള്ളേർക്കും ചെയ്യണ്ടേ? വേണോ? വേണോ വേണ്ടയോ? ആൺപിള്ളേർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യണോ? വെരി ഗുഡ്. നല്ല കാര്യങ്ങൾ ചെയ്യണം. അവര് ചില ആൾക്കാർ പറയും, അവൻ എനിക്ക് തരണം തന്നാ ഞാൻ അവനെ തിരിച്ചു തല്ലും. തല്ലുന്ന അത്ര നല്ല കാര്യ? ആണോ? അല്ല കേട്ടോ, അതല്ല അതിനുള്ള പരിഹാരം. അവൻ സിഗരറ്റ് ഇങ്ങനെ വലിച്ച് വട്ടം വട്ടം വിട്ടാ ഞാൻ എന്തോ വിടും? ത്രികോണം വിടുവോ? അപ്പോ ഈ ലഹരി ഉൽപ്പന്നങ്ങള് അല്ലെങ്കിൽ ഇങ്ങനെ തുല്യതയുടെ കാര്യത്തില് ഈ നിങ്ങളുടെ അത്രയും ധൈര്യം ഞങ്ങൾക്കുണ്ട്, നിങ്ങളെ പോലെ ഞങ്ങൾക്ക് എല്ലാം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവര് കാണിക്കുന്ന മണ്ടത്തരവും അവര് കാണിക്കുന്ന മോശം കാര്യങ്ങളൊന്നും ദയവായി കോപ്പി ചെയ്യരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീക്കാണോ ആയുസ് കൂടുതൽ, പുരുഷനാണോ? ആയുസ് കൂടുതൽ, ആയുസ്, ലൈഫ് സ്പാൻ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പുരുഷന്മാർക്ക് ആണോ? ഉറപ്പാണ് സ്ത്രീകൾക്കാണ്. കാരണം എന്താ? ഇപ്പോഴത്തെ കാലഘട്ടത്തില്, കാരണം ഇപ്പൊ അത്യാവശ്യം എല്ലാ പുരുഷന്മാരും ഒരു ഏജ് ആകുമ്പോ ലിവർ കളയും, കിഡ്നി കളയും, ശ്വാസകോശം കളയും, പിന്നെ വലിച്ചു നടക്കും. പിന്നെ ഇതൊന്നും വലിയ കുഴപ്പമില്ലാതെ സ്ത്രീകൾ അങ്ങ് തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകും കേട്ടോ. അതുകൊണ്ട് ഈ സാധനങ്ങൾ നമ്മൾ സ്ത്രീകളുടെ ശരീരം പുരുഷന്മാരെക്കാളും കുറച്ചുകൂടെ സെൻസിറ്റീവാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മൾ ഈ ലഹരി ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയ അപകടങ്ങളിലേക്ക് പോകും. അപ്പൊ ഒരു കാരണവശാലും ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുത്. ഇത് ഇപ്പോഴത്തേക്ക് മാത്രമാണോ, പിന്നത്തേക്കും പ്രാക്ടിക്കലി പോസിബിൾ ആണോ? ഒരിക്കലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ലല്ലോ? ഉറപ്പാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട കാമുകൻ തന്നാൽ ഓക്കെയാണോ? പോട്ടെ, അവനെ കല്യാണം കഴിച്ചു, ഭർത്താവും ഭാര്യയായിട്ട് ഇരുന്ന് കുടിക്കുന്നത്, ചെറിയ അളവിൽ കുടിക്കുന്ന ഓക്കെയാണോ? ഓക്കെ അല്ല കേട്ടോ. ഓക്കെ അല്ല കേട്ടോ. അവര് ലിവർ അടിച്ച് പോയി കിടക്കുമ്പോ സ്നേഹനിധിയായ ഭാര്യയ്ക്ക് ലിവർ കൊടുക്കണമെങ്കിൽ ലിവർ അവിടെ വേണം. കേട്ടോ. അപ്പൊ നിങ്ങളുടെ ലിവറും ശ്വാസകോശവും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കണം അടുത്തൊരു നല്ല തലമുറയ്ക്കായിട്ട് കേട്ടോ. അപ്പൊ വിമൻസ് ഹെൽത്തിനെ പറ്റി ഒരു ഐഡിയ ഒക്കെ കിട്ടിയല്ലോ. ഇനിയും നിങ്ങളെ ഉറക്കിക്കണ്ടല്ലോ. എല്ലാരും ഉറക്കിയൊക്കെ എഴുന്നേറ്റാ കഴിഞ്ഞ കേട്ടോ. നിർത്തുകയാണേ. ശരി, താങ്ക് യു.